സാകാരമാമെഴുത്താതിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിൻ മേഘനമാതി ഭഗവാനാദിയായിടും. സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴാകിൽ വിദ്യ കൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം. മനമാം മലരെ വെല്ലുന്നവന്റെ വലുതാം പദം തൊഴുന്നവർ സുഖം നീണാൾ മുഴുവൻ വാഴുമൂഴിയിൽ. ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. നാലുപദ്രവമൊരുത്തനുമൊന്നുകൊണ്ടും എന്നാലുമേൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും. നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗത്സ്വരൂപാ. ഏതാകിലും മമ ഫലേച്ഛപ്പെടാതെ നിത്യം ഗീതാവചസ്സുകളിലെന്റെ മനസ്സു മുങ്ങി. ജാതാതരം സകല കർമ്മവുമാചരിപ്പാൻ ഭൂതാദിനാഥ മതിയിൽ സ്ഥിതി ചെയ്യണം നീ. ആദിചിന്തകളാൽ നീന്തിടുമന്തരംഗമേകാഗ്രമാക്കി അലയെത്തെഴുമാഴി പോലെ ശോകപ്രണാശി ഭജനം വിജനത്തിലിന്നും ആകാനെനിക്കു തരമെന്നിനി വന്നിടുന്നു. ഈ വാസനാനദിയിലെന്മതി വഞ്ചിതെറ്റി പോകാതെ നല്ല വഴിയിൽ കരപറ്റിടാനും ദേവാദിദേവ ദശദൻ ദുരിതം കെടാനും സേവാമൃതം ഹൃദിയുദിച്ചുയരുന്നതെന്നാം. ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പുതുക്കാട് SNDP യൂണിയന്റെയും മറ്റ് ശാഖകളിൽ നിന്നും സമാഗതരായിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തിത്വങ്ങളും വേദിയിലും സദസ്സിലുമൊക്കെയായി ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിൻ്റെ 98ാമത് മഹാസമാധി ദിനം ഭക്തിപുരസ്സരം ആചരിക്കുകയാണ് നാം. കേരളത്തിൽ നിന്നല്ല, സപ്തസാഗരങ്ങളും കടന്ന് ലോകത്തിലെമ്പാടുമുള്ള ഗുരുഭക്തർ ഇതേ സമയം ഗുരുഭക്ത മനസ്സുകളായി ഗുരുവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന പുണ്യമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഗുരുഭക്തര് ഈ പുണ്യദിനത്തിലെ ഒരു കസേര പോലും ഒഴിവാകാതെ ഇതിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. ഗുരുവിന്റെ ദർശനം ഇന്ന് ലോകം നെഞ്ചിലേറ്റുന്ന കാലത്തിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ശാഖകൾ ഊർജ്ജസ്വലമാകണം. ഓരോ വ്യക്തികളും ഗുരു എന്തെന്നറിയണം, ഗുരുവിനെ പഠിക്കണം. ഗുരു എന്തിനാണ് അവതരിച്ചത്, ഗുരു എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്, അതറിയാതെ ഒരു ഗുരുകുലത്തിൽ
ജനിച്ചിട്ട് കടന്നുപോയാൽ ഇനിയും ഈ ഗുരുവിനെ അറിയുവാനായിട്ട് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളത്. അതിലപ്പുറം ഈ ലോക ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല. അപ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മത്തെ ആകെ കാച്ചി കുറുക്കി 4 വരികളിലായിട്ട് നമുക്ക് തന്നു. ധർമ്മയേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയീഭവതു ശ്രേയസേ നൃണ എന്ന് പറഞ്ഞു തന്നു. 4 വരി. ധർമ്മം എന്നാല് ഈ ലോകത്തെ സമസ്ത ചരാചരങ്ങളെയും ചേർത്ത് നിർത്തുന്ന നിയമവ്യവസ്ഥ. എന്നിലും നിന്നിലും പ്രാണിയിലും പുഴുവിലും പൂമ്പാറ്റയിലും പുച്ചാടിയിലും മരത്തിലും മണ്ണിലും സർവ്വതിലും അന്തർലീനമായിരിക്കുന്ന ഈശ്വര അംശവും അതിനെ നിയന്ത്രിക്കുന്ന നിയാമക ശക്തിയുമാണ് ധർമ്മം. ഈ ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ ഗുരു നമുക്ക് തന്ന ലോകസേവാ കേന്ദ്രങ്ങളൊക്കെയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ധർമ്മ സംഘം, 2ലുണ്ട് ധർമ്മം. അപ്പോ നമുക്ക് ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് കൃപയാലാണ് നമുക്ക് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒത്തുകൂടിയിരിക്കാൻ സാധിക്കുന്നത്. ഒന്നോർത്ത എത്ര പുണ്യവാന്മാരാണ് നമ്മളൊന്ന് ഓർത്തു നോക്കൂ. ഒരു പരമ്പൊരുളിന്റെ കയ്യൊപ്പിട്ട പരമാത്മ ചൈതന്യ സ്വരൂപന്റെ നേർ കയ്യൊപ്പിട്ട ഒരു സംഘടനയിൽ ഇരിക്കുക എന്നുള്ളതും ആ പരമാത്മ സ്വരൂപനായ ഗുരുവിനെ അറിഞ്ഞ് ജീവിക്കുക അല്ലെങ്കിൽ അതിനെ കൈതൊഴാൻ സാധിക്കുന്നതുമൊക്കെ ഭാഗ്യം തന്നെ. പരമഭാഗ്യം ഇതെന്നേ പറയുള്ളൂ. ഇത് കണ്ടറിഞ്ഞവരാണ് ഗുരുവിന്റെ ശിഷ്യഗണങ്ങള്. കുമാരനാശാനും ഏകദേശം ജീവിതത്തിന്റെ മുഴുവൻ കാലവും SNDP യോഗത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത കുമാരനാശാൻ നമുക്ക് ഗുരുവിനെ നന്നായി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഗുരുവിന്റെ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികള് ഗുരുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഗുരുവിനെ അറിയുക എന്നുള്ളതാണ്. ഗുരുവിന്റെ കൃതികൾ, ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ, ഗുരു സ്ഥാപിച്ച ആശ്രമങ്ങൾ, മഠങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ധർമ്മത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനുള്ള വഴികളാണ്. അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗുരു തന്നു ആദ്യം അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് തന്നതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഭക്തരുടെ ആവശ്യപ്രകാരം നിരവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് അവസാനം ഉല്ലല ഓങ്കാരേശ്വരം. പോയിട്ടുണ്ടോ ഉല്ലലയില്? പോയിട്ടുണ്ടോ? അവിടെ ഒന്ന് പോണം കേട്ടോ. പ്രണവത്തെ പരബ്രഹ്മ സ്വരൂപത്തിന്റെ പ്രതീകമാണ് അവിടെ ഗുരു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ ഉല്ലല ഓങ്കാരേശ്വരത്ത് അവസാനിക്കുന്ന ഗുരുവിന്റെ പ്രതിഷ്ഠയിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കി? എന്താണ് മനസ്സിലാക്കിയത്? അരുവിപ്പുറത്ത് നിന്ന് തുടങ്ങി തൊട്ടടുത്ത പ്രതിഷ്ഠയാണ് തിരുവനന്തപുരം കുളത്തൂർ കോലത്തുകരയിൽ ശിവനെ പ്രതിഷ്ഠിച്ച് തന്നിട്ട് എന്താണോ പ്രതിഷ്ഠയിലൂടെ ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ടത് എന്ന് ഗുരു പറഞ്ഞു. ഗുരുവിനെ അറിയണമെങ്കിൽ, ഗുരു എന്തിനാണ് ഈ ലോകത്തേക്ക് അവതരിച്ചത് എന്നറിയണമെങ്കിൽ ഗുരുവിന്റെ കൃതികൾ പഠിക്കണം, ഗുരുവിന്റെ ദർശനം അറിയണം. ഇത് പറയാൻ കാരണം ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ആരാധന ചെയ്തവരാണ് കുളത്തൂർ കോലത്തുകരയിലെ. ഇതിന് ഞാൻ ചോദ്യം ചോദിക്കും, അവിടെ നിങ്ങോട്ടൊന്ന് ഉത്തരം എനിക്ക് കിട്ടണം. കുളത്തൂർ കോലത്തുകരയിലാണ് ഗുരു സശരീരനായിരിക്കുമ്പോൾ ഗുരുവിനെ ആദ്യമായി ആരാധന ചെയ്തത്. അവിടെ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അവിടെ നമ്മൾ ചെല്ലുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലം. ഗുരുവിന്റെ 60ാം പിറന്നാളിന് കുമാരനാശാൻ ഗുരുസ്തവം, നമ്മൾ നാരായണമൂർത്തി ചൊല്ലുന്നില്ലേ, 60ാം പിറന്നാളിന് ഈ ലോകത്തിന് സമർപ്പിച്ചതാണ് കുമാരനാശാൻ. ആ ഒരു സന്ദർഭത്തിലാണ് ഗുരുവിന്റെ, അതായത് തിരുവനന്തപുരം കൊട്ടാരം വൈദ്യനായ കൊച്ചുകൃഷ്ണ കുറുപ്പ് കേട്ടോ, ഗുരുവിനെ ഇരുത്തിക്കൊണ്ട്, ഭഗവാനെ ഇങ്ങനെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ആ ഗുരുവിനെ നോക്കി ഗുരുവിന്റെ അതേ ചിത്രം പകർത്തി വെച്ചിരിക്കുന്നതാണ് കുളത്തൂർ കോലത്തുകരയിൽ. അപ്പൊ ഗുരുവിനെ നേരായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവര് കുളത്തൂർ കോലത്തുകരയിൽ പോയിട്ട് ഗുരുമണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുവിനെ ഒന്ന് നോക്കുക. അപ്പോ അത് ഗുരു കണ്ടതാണ്. ഗുരു അവിടെ സന്ദർശനത്തിന് എത്തുമ്പോൾ ഗുരുവിന്റെ ചിത്രം വെച്ച് മണിയടിച്ച് പൂജയൊക്കെ ചെയ്യും. അപ്പൊ ഗുരുവിന് വെള്ളം പോലും കൊടുക്കാതെ ഈ ഫോട്ടോയെ പൂജിക്കുമ്പോൾ ഗുരു പറയും,
നാം ഇവിടെ വിശന്നിരിക്കുന്നു, നമ്മുടെ പ്രതിമയെ പൂജിക്കുന്നു. അത്രയും നിഷ്കളങ്കരാണ് ഈ കുളത്തൂരുകാര് നിഷ്കളങ്കരാണ് എന്ന് ഗുരു പറയുമായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഈ കുളത്തൂര് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരു 4 വരി എഴുതി വെച്ചു. സർവാശ്രയമെങ്ങും നിറയുന്നു വിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിനുദരിപ്പോ ആലസ്യമൊഴിച്ച പരബോധം തരണം മേ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. എന്നുവെച്ചാൽ എന്താണെന്നറിയോ, നമ്മളൊക്കെ ജന്മാന്തരങ്ങളായി ഒരു ഈശ്വരനെ ഒരു രൂപത്തിൽ കണ്ട് ഈശ്വരനെ ആരാധിക്കുന്നവരാ. ഇന്നും നമ്മുടെ ഓട്ടം മാറിയിട്ടില്ല. ഗുരുവിന്റെ ദർശനം നമ്മൾ അറിഞ്ഞിട്ടില്ല, ഗുരുവിന്റെ കൃതി നമ്മൾ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഓട്ടത്തിന്റെ സ്പീഡ് പണ്ടത്തേക്കാൾ കൂടുതലാണ്. ഗുരു പറയാണ്, ഭജിക്കാൻ വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു രൂപം തന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചിട്ടാ രൂപം തന്നേ, പക്ഷേ രൂപത്തിലല്ല നിൽക്കേണ്ടത്. രൂപത്തിനപ്പുറമുള്ള ചൈതന്യം അത് നിന്നിലാണ് ഇരിക്കുന്നത്. അങ്ങടേക്ക് നീ സഞ്ചരിക്കുന്നാ പറഞ്ഞത്. നാം ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഗുരുവായൂരപ്പന്റെ മനോഹരമായ രൂപം വരച്ചു വെച്ചതാരാ വരച്ചേ? ഗുരുവായൂരപ്പന്റെ രൂപമാണോ നിങ്ങൾ കാണുന്നത്? ഒരു ശില്പിയുടെ കൈകൾ കൊണ്ട് വരച്ചിരിക്കുന്ന മനോഹരമായ ചിത്രമാണത്, അല്ലെ? എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കും. ദൈവത്തിന് രൂപമുണ്ടോ? പട്ടേരിപ്പാട് എന്താ പറഞ്ഞേ? സാന്ദ്ര ആനന്ദ അവബോധാത്മകമിതം കാലദേശാവധിപ്യം എന്നാ പറഞ്ഞത്. കാലത്തിനും ദേശത്തിനും അപ്പുറമുള്ള കട്ടിപിടിച്ച ബോധസ്വരൂപനാണ്, ആനന്ദ സ്വരൂപനാണ് ദൈവം എന്നാ പറഞ്ഞേ. ഈ ആനന്ദ സ്വരൂപനെ ഒരു രൂപത്തിൽ കണ്ടിട്ട് രൂപത്തിനപ്പുറം നമ്മളിലേക്ക് സഞ്ചരിക്കണം എന്ന് ഗുരു പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഗുരുവിന്റെ പ്രതിഷ്ഠകൾ നീളുമ്പോൾ തൃശ്ശൂർ കാരമുക്കിൽ എത്തിയപ്പോ ഗുരു എന്താ പ്രതിഷ്ഠിച്ചേക്കണത്? വിളക്ക് പ്രതിഷ്ഠിച്ചു. നമ്മൾ ചോദിച്ചോ എന്തിനാ ഗുരു വിളക്ക് പ്രതിഷ്ഠിച്ചു തന്നേന്ന്? ഇല്ല. ഈ ജന്മം തീരുന്നവരെ നമ്മൾ ചോദിക്കില്ല, നമ്മൾ അറിയുകയില്ല. ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടുകയാണ്. രൂപത്തിൽ നിന്ന് രൂപത്തിലേക്ക് കയ്യിൽ കിട്ടി പണിയെടുത്ത കുറച്ച് പൈസയും കൊണ്ട് ചോദിച്ച് വാങ്ങുന്നതാണ് ഭൗതിക സുഖഭോഗ സൗകര്യങ്ങൾ എന്ന് കരുതി ഓടുന്ന നമ്മുടെ അന്ധത, അറിവില്ലായ്മ, അജ്ഞത, ഇത് മാറ്റാൻ എന്തെല്ലാം ഗുരു നമുക്ക് തന്നു. പക്ഷെ നമ്മൾ പഠിക്കില്ല. വിളക്ക് പ്രതിഷ്ഠിച്ച് 3 കവരയിട്ട് വിളക്ക് വെച്ചിട്ട് അതിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് ദീപം തെളിയിച്ചിട്ട് ഗുരു പറഞ്ഞത് എന്താണെന്നറിയോ? വെളിച്ചം വരട്ടെ, ഇരുട്ട് പോട്ടെ എന്നാ പറഞ്ഞത്. നമ്മുടെ ഒരു വിചാരം എന്താന്ന് വെച്ചാല്, ഈശ്വരന്റെ അടുത്ത് ചെന്ന് നമ്മളുടെ സമ്പാദ്യത്തിൽ കുറെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതും കൂടെ എടുക്കുക, ചോദിക്കണ ഇങ്ങോട്ട് തരിക. ഇതാണോ ഭക്തി? എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഭക്തിയുടെ പരമോന്നത ഗ്രന്ഥമാണ് ഭാഗവതം. അതിനകത്ത് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി ഉത്തമ ഭക്തിയാണ്. ഉത്തമ ഭക്തൻ രൂപത്തെ അല്ല പ്രാർത്ഥിക്കുന്നത്, അവനവനിലുള്ള സ്വരൂപത്തെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാകൃത ഭക്തനാണ് രൂപത്തിൽ നിന്ന് രൂപത്തിലേക്ക് ഓടുന്നത്. പ്രാകൃതൻ, മധ്യമൻ, ഉത്തമൻ. അപ്പൊ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടും? എന്നെ ദേഷ്യപ്പെടണ്ട. നമ്മൾ ഇപ്പോഴും പ്രാകൃത ഭക്തിയിലായി ഇരിക്കണത്, രൂപത്തിലായി ഇരിക്കണേ, രൂപത്തിലും ഭാവത്തിലൊക്കെ ഇരിക്കണേ. പക്ഷെ ഗുരു നമുക്ക് ശരിയായ ഭക്തി എന്തെന്ന് ദർശനമാലയിലെ ഭക്തി ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു ഗുരുവിന്റെ മഹാസമാധി അല്ല നമ്മളിപ്പോ ഇവിടെ പ്രാർത്ഥിച്ചത്. ഒരു ജീവൻ, ഒരു പരമഗുരു ഈ ലോകം അധർമ്മത്തിലേക്ക് പോകുമ്പോൾ ആ അധർമ്മത്തെ തുടച്ചു മാറ്റി ധർമ്മയുക്തമായ ഒരു ജീവിതം മനുഷ്യർക്ക് കൊടുക്കുന്നതിന് വേണ്ടി സാക്ഷാത് ജഗദീശ്വരൻ തന്നെ ഒരു രൂപം എടുത്തിട്ടാണ് കാലാകാലങ്ങളായി ഗുരുക്കന്മാരായിട്ട് വരുന്നത്. രാമനും കൃഷ്ണനും ബുദ്ധനും യേശുദേവനും ഒക്കെ ഈ ഓരോരോ കാലങ്ങളിൽ ലോകത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി എത്തിയവരാ. ഗുരു ഈ കലിയുഗത്തിൽ ശാസ്ത്രയുഗത്തിൽ വന്ന ഋഷീശ്വരനാണ്. ആ ഗുരു ഏകദേശം 171 വർഷം ഗുരുവിന്റെ ജന്മ ജയന്തിയും 98 വർഷം ഗുരുവിനെ കണ്ട കണ്ണുകൾ വരെ ഉണ്ട്. ഈ 98 വർഷത്തിനുള്ളിൽ മഹാഗുരുവിനെ പരബ്രഹ്മ സ്വരൂപനായി ആരാധന ചെയ്യുന്ന ഒരു സ്വരൂപമായി ഗുരു മാറിയിരിക്കുന്നു. ശിവനെയും കൃഷ്ണനും ബുദ്ധനൊക്കെ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാണ് ഈശ്വര പദവിയിലേക്ക് ഉയർന്നത്. അപ്പോൾ ഈ ഗുരുവിനെ കയ്യിൽ കിട്ടിയിട്ടും നമ്മുടെ പൂജാമുറിയിൽ നിന്ന് അതൊക്കെ എടുത്ത് മാറ്റിവെച്ച് പിന്നെയും കുറെ രൂപങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കയ്യിൽ കിട്ടിയ സമ്പാദ്യങ്ങളൊക്കെ ആയിട്ട് ഓടുമ്പോൾ
ഗുരു ഒരു കൃതി രചിച്ചു വെച്ചിട്ടുണ്ട്, ദൈവചിന്തനം. അതിൽ പറഞ്ഞിട്ടുണ്ട്, കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ ഒരു ആത്മദീപം തെളിയിച്ചു വെച്ചിട്ടുണ്ടേ, അത് നമുക്ക് ജന്മം തന്നപ്പോ ഇട്ടതാ. മണ്ണും ജലം പറഞ്ഞേ, മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി. നമ്മുടെ ശരീരം അവിടെ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ജീവന്റെ എരി കൊളുത്തുന്നുണ്ട്. അവിടെയാണ് ഈ ആത്മപ്രകാശം തെളിച്ചേക്കണേ. അതിനെ ഒരു 10,000 സൂര്യതുല്യ പ്രഭയോടുകൂടി പ്രകാശിപ്പിച്ച് മഹാസമാധിയിലെത്തിയ ഋഷിവര്യതയാണ്. അതായത് ജീവിതത്തിൽ എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യമെന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ കാണിച്ചു തന്ന ഒരു പരമഗുരുവിനെ കിട്ടിയ സുഹൃത്തികളാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ ഈശ്വരനെ ഓരോരോ വിഗ്രഹങ്ങളിലൂടെ നമുക്ക് തരുന്നത്, അതിലൂടെ നാം എത്തേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ്. പക്ഷെ നമ്മളുടെ പോക്ക് ശരിയല്ല എന്ന് ഗുരുവിന് തോന്നി. വിളക്ക് തന്നു, പിന്നെ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലേക്ക് വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ആലുവയിലേക്ക് വരിക ഷഷ്ഠപൂർത്തി വേളയില്. അപ്പൊ പറയാം, ഗുരു ഞങ്ങൾക്ക് ക്ഷേത്രം പ്രതിഷ്ഠിച്ച് തരണം. അപ്പൊ പറയാം, എന്താ വേണ്ടേ? ശിവൻ മതി. ഒരു ചോദിക്കുക, ഒരു വിളക്ക് തൂക്കിയാൽ പോരെ? വേണ്ട സ്വാമി, ആരും അമ്പലത്തിൽ വരില്ല. അപ്പൊ ഗുരു പറയാ, ഒരു വിളക്ക് തൂക്കിയിടുക, ക്ഷേത്രത്തിന് ചുറ്റും മഹാന്മാരുടെ ചിത്രങ്ങൾ വെക്കുക. രാമനും കൃഷ്ണനും ശിവനുമൊക്കെ ഒരു കാലത്ത് മഹാന്മാരായിരുന്നു. സത്പ്രവൃത്തി കൊണ്ടും ശരീരബലം കൊണ്ടും ആളുകൾ പ്രശംസിച്ച് ദൈവതുല്യരാക്കി. എവിടെ ഇരിക്കുന്നു ദൈവസങ്കല്പം? എവിടെ ഇരിക്കുന്നു ദൈവസങ്കല്പം? ഗുരുവിനെ പഠിക്കണം, അറിയണം. ജ്ഞാനത്തിലൂടെ ആ ഭക്തിയിലേക്ക് എത്തേണ്ടത്. ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞാണ് ഭക്തിയിലേക്ക് എത്തേണ്ടത്. അല്ലാതെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടുപോയി ലോകത്തെല്ലാവർക്കും കൊടുത്തിട്ട് ഒന്നും ചോദിച്ച് വാങ്ങാമെന്ന് കരുതുന്നാൽ കിട്ടുന്നതല്ല അത് ആദ്യം അറിയുക. അപ്പോ കാരണം ഈ ശ്രീനാരായണ ധർമ്മം എന്നൊരു കൃതി ഗുരു രചിച്ചു തന്നിട്ട് 100 വർഷമാകുന്നു. 1925 എഴുതി അത് കൊടുത്തു. 2025 ആകുമ്പോൾ 100 വർഷം എത്തുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ഭൗതിക ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം, ഇനി അതിനുശേഷം ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷമുള്ള ക്രിയകൾ എന്തൊക്കെ, ഇനി അതിനുശേഷം അവന് സന്യാസ ജീവിതം വേണമെങ്കിൽ അതിന്റെ നിഷ്ഠകൾ എന്തൊക്കെ, ഒരു ജീവിതത്തിന്റെ മാനുവൽ ഹാൻഡ് ബുക്ക് എഴുതി തന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല, തുറന്നിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ ഗുരുഭക്തനാണോ? ഈ പുണ്യദിനത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. 100 വർഷമാകാൻ പോകുന്നു. 2 വർഷം കഴിയുമ്പോൾ മഹാസമാധി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉറക്കത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും നമ്മള് ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ കഷ്ടകരമായിട്ടുള്ള കാര്യം. അത് എന്തുകൊണ്ടാണെന്നറിയോ ഉണരാത്ത എന്താണെന്നറിയോ? ഒരു ആരാന്നറിയില്ല. നമ്മളിപ്പോ നിരവധി ഭാരതത്തിലെ അധ്യാത്മ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ പരിധി നടക്കും. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെന്ന് കാണാം ഗുരുദേവ കൃതി ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഗുരുദേവ കൃതി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരുപക്ഷെ എനിക്കിനി ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. കാരണം പൗരാണിക ഭാരതത്തിന്റെ ആധ്യാത്മ ഗ്രന്ഥം വേദങ്ങളാണ്. കൃതയുഗത്തിൽ ആ വേദങ്ങളിലെ തത്വം, ജ്ഞാനം മനുഷ്യർക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ ത്രേതായുഗം വന്നപ്പോൾ ഇതിഹാസമായി രാമായണവും മഹാഭാരതവുമായി. മഹാഭാരതത്തിന്റെ ഒത്ത നടുക്ക് ഭഗവത്ഗീത വെച്ചു. അതും കഥകൾ കൂട്ടിച്ചേർത്ത് മനുഷ്യൻ അറിയേണ്ട തത്വം പറയാനാ തന്നത്. നമ്മൾ കഥ മാത്രം പഠിച്ചു, തത്വം പഠിച്ചില്ല. പിന്നെ വന്നു ഭാസൻ. ഭാരതത്തിന്റെ ആധ്യാത്മിക സമ്പത്തിന്റെ 3/4 ഭാഗവും ഭാസനാണ് രചിച്ചത്. വേദം 4 ആക്കി, മഹാഭാരതം എഴുതി, അതിൽ ഭഗവത്ഗീത വെച്ചു, എന്നിട്ട് 18 പുരാണങ്ങൾ നൽകി. ഇതും കൂടാതെ ശ്രീമദ് ഭാഗവതം ചമച്ചു. ഇതിലെല്ലാം വേദത്തിന്റെ തത്വമാണ്. ഞാൻ എന്തിനാ ഇത് പറയണേന്ന് വെച്ചാൽ, ഇതിന്റെ എല്ലാത്തിന്റെയും സത്ത കാച്ചി കുറുക്കി 64ഓളം കൃതികളിൽ ഗുരു നിറച്ചു വെച്ചിട്ടുണ്ട്. സംശയമുണ്ടോ ചോദിച്ചു. ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, സകലതിന്റെയും തത്വം, ലളിതാ സഹസ്രനാമം, ദേവി ഭാഗവതം. നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിയാലേ ഭക്തി വരുള്ളൂ. ഗുരുവിന്റെ ജന്നി നടന്നമഞ്ചരി ചൊല്ലിയ എന്താ ഭക്തി വരാത്തെ? 1000 സഹസ്രനാമങ്ങളിൽ പരതി നടക്കണ്ട. ആ സഹസ്രനാമങ്ങളുടെ സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, ദേവിയുടെ ഭാവം വർണ്ണിക്കുക. സ്ഥൂലത്തിൽ നിന്ന്
അങ്ങനെ കടന്നു പോയി സൂക്ഷ്മതമമായ ഒരു ഭാവത്തിലാണ് നമ്മൾ എത്തേണ്ടത്. അത് ബ്രഹ്മാത്മൈക്യ സ്വരൂപിണിയാ, ചെന്ന് ലയിച്ച് ചേരുകയാ, അല്ലാതെ ഒന്നും മേടിക്കാനല്ല. നമ്മൾ എന്തൊരു ഭക്തിക്കൊരു പൂവ് കൊണ്ടേ അമ്പലത്തിൽ വെച്ചാലും എനിക്ക് കിട്ടണം എന്നാ. പക്ഷെ ഭക്തി സമർപ്പണമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ഗുരു പറഞ്ഞു, എന്താ പറയാ, പിണ്ടനന്ദി തന്നെ 4 വരിയിൽ ഗുരു പറയുന്നുണ്ടല്ലേ. എന്താ പറയുന്നത്? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. അങ്ങ് കൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ വരൂ. ചെന്ന് കൽപ്പിക്കണ്ട, നമ്മൾ കൽപ്പിക്കും, ദൈവം തന്നെ തിരുത്തിക്കോ. ഇല്ല, ഒന്നും ചോദിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. കിട്ടാനുള്ള കൽപ്പക വൃക്ഷക്കനി ആത്മചൈതന്യമായി നമ്മളിൽ എരിയുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയി ചെന്ന് കണ്ണടച്ച് ചോദിക്കുന്നത് തന്നിലിരിക്കുന്ന ദൈവ ചൈതന്യത്തോടാണെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നു. ഭക്തി ആത്മാനുസന്ധാനം, ആത്മാവിനെ തിരയലാണ്, തേടലാണ്, തെളിയിക്കലാണ് ഭക്തി. ഇതിന്റെ അകം തെളിഞ്ഞില്ലെങ്കിൽ പുറത്ത് എത്ര വെട്ടം നോക്കി നടന്നിട്ടും കാശ് കൊണ്ട് കൊടുക്കൽ മാത്രം വെച്ച് നമ്മുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാൻ ഭക്തി പ്രസ്ഥാനങ്ങൾ ധാരാളം ഉണ്ട്. കൈ നീട്ടിയാൽ ഒരു പ്രസാദം പോലും ഇട്ടു തരില്ല, പൈസ കണ്ടാൽ ഇട്ടു തരും. നല്ല ദൈവം, ശരിയായ ദൈവസങ്കല്പം ഗുരു നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണെന്ന് ആത്മവിലാസത്തിൽ ഗുരു കുറിച്ചിട്ടു. ഗുരു പറഞ്ഞു, ഓ നാമും ദൈവവും ഒന്നായി പോകുന്നു, നാം ദൈവത്തോടൊന്നായി ചേരുന്നു. ആ ഒരു അനുഭവമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഗുരു പരമാത്മ സ്വരൂപനായി മാറിയ പുണ്യമായ ദിവസത്തിലെ ഗുരുവിനെയും ഗുരുവിന്റെ ദർശനത്തെയൊക്കെ പഠിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇനി ഗുരുവിന്റെ കൃതികൾ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗുരുവിന്റെ കൃതികളിലൂടെ കുറച്ചൊക്കെ പാടുന്ന കണ്ടു. മറ്റു ഗാനങ്ങളല്ല നമ്മൾ പാടേണ്ടത്. നമുക്ക് ഗുരുവിനെ പ്രശംസിക്കുകയോ പുകഴ്ത്തുകയോ അല്ല വേണ്ടത്. നമ്മുടെ ഉള്ളം വെളിവാങ്ങാനുള്ള അനുഗ്രഹമാണ് ഗുരുവിനോട് ചോദിക്കേണ്ടത്. ഗുരു വിജയിച്ചു കഴിഞ്ഞ പരമ്പൊരുളാണ്. അപ്പോ ഗുരു നമുക്ക് ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, 10 ഉപനിഷത്തുക്കളിൽ ആദ്യത്തെ ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും സംസ്കൃതത്തിൽ പോയി ഉപനിഷത്തൊന്നും പഠിക്കില്ല. അതുകൊണ്ട് ഗുരു ഒരു പിതാവിനെ പോലെ, ഒരു അച്ഛൻ മക്കൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് കരുതി കൂട്ടി ഒറ്റ ഉപനിഷത്ത് പഠിച്ചാൽ എല്ലാ ഉപനിഷത്തിന്റെയും ജ്ഞാനമാകും ഈശാവാസ്യ ഉപനിഷത്ത് തന്നില്ല. നമ്മൾ അറിയാൻ പാടില്ലാത്ത മന്ത്രങ്ങളൊക്കെ വെറുതെ നാവ് കൊണ്ട് ജപിച്ചുകൊണ്ടേയിരിക്കും. അർത്ഥമറിയാതെ ജപിച്ചിട്ട് എന്താ പ്രയോജനം? അപ്പോ ഒരു ഉപനിഷത്ത് തന്നു. തിരുവള്ളുവരുടെ തിരുക്കുറൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അതിന്റെ അവസാന അധ്യായത്തിൽ ഭാര്യാധർമ്മം ചേർത്ത് വെച്ചു. ഒരു കുടുംബത്തിലെ ഒരു കുടുംബിനി നന്നായാൽ ഒരു കുടുംബം നന്നായി. വരവും ചിലവും ഒരുപോലെ കൊണ്ടുപോയ ഒരു കുടുംബം നയിക്കുന്ന നല്ലൊരു കുടുംബിനിയാകണം ഗുരു പറയുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഗുരുദർശനം സ്പർശിച്ചിട്ടുണ്ട്. ഗുരു പറയാ, വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തന്റെ വാഴ്ചയ്ക്കു തുണയാവൾ. ആർഭാടങ്ങൾ കൂടുമ്പോൾ, രാത്രി ഭക്ഷണം, രാത്രി സഞ്ചാരങ്ങള്, ഹോട്ടൽ ഭക്ഷണങ്ങള് ഒക്കെ കൂടുമ്പോൾ, വീട്ടിലെ അടുക്കള പുകയാതെയാകുമ്പോൾ, ആഡംബരങ്ങളിലേക്ക് പോകുമ്പോൾ അവസാനം കേൾക്കാം കൂട്ട ആത്മഹത്യ അല്ലേ? ഇപ്പോ ഒരു കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു സ്ത്രീക്കാണ് അതിന് ഏറ്റവും വൈദഗ്ധ്യമുള്ളത് എന്ന് കണ്ടുകൊണ്ട് ഭാര്യാധർമ്മം നമുക്ക് രചിച്ചു തന്നു ഗുരു. അതുകൂടാതെ മുനിചര്യ പഞ്ചകം, നിർവൃതി പഞ്ചകം എന്ന് പറഞ്ഞ 2 കൃതി ഗുരു രചിച്ചു തന്നിട്ടുണ്ട്. ഒരു മുനി ആരാണ്, ഒരു മുനിയുടെ ചര്യ എന്താണ് എന്ന് പറയുന്ന മുനിചര്യ പഞ്ചകം. നിർവൃതി പഞ്ചകം എവിടെ വെച്ച് എഴുതിയതാണെന്നറിയോ? രമണാശ്രമത്തിൽ വെച്ചിട്ട്. അങ്ങ് കാഞ്ചീപുരത്ത് ശ്രീനാരായണ ആശ്രമം ഗോവിന്ദാനന്ദ സ്വാമികളുടെ കീഴില് അതിന് ഉദ്ഘാടനം ചെയ്തിട്ട് വരുമ്പോഴാണ് രമണാശ്രമത്തിലേക്ക് എത്തുന്നത്. അവിടെ പരബ്രഹ്മസ്വരൂപനായ മഹാഋഷി രമണ മഹർഷി ഇരിക്കുക. ഗുരു ശിഷ്യഗണങ്ങള് രമണാചലത്തിലേക്ക് കടക്കുമ്പോൾ 2 പേരും ഒന്നും മിണ്ടിയില്ല, ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഒറ്റ
നോട്ടം കൊണ്ട് രണ്ടുപേർക്കും ആരാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഗുരു പറയാണ്, അതായത് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും അവസാനിച്ച് ഈശ്വരനിൽ ഇരിക്കുന്ന മഹാഋഷിയെ നമുക്ക് പരിചയപ്പെടാം. രമണാശ്രമത്തിൽ ഗുരു എത്തുമ്പോൾ ഒന്നും പറഞ്ഞില്ല. ഗുരു അവിടുത്തെ സന്ദർശക ഡയറിയിൽ കുറിച്ചിട്ടു ആരാണ് രമണ മഹർഷിയെന്നും ഗുരു ആരാണെന്നും നമുക്കറിയണമെങ്കിൽ നിർവൃതി പഞ്ചകം നമുക്ക് പഠിക്കാം. അധികമൊന്നും നമ്മൾ തേടി തേടി പോകണ്ട. പിന്നെ 64 ഗതികളും വേദസാരം തന്നെയാണ്. ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ നോക്കുമ്പോൾ ഈ കുറുക്കഞ്ചേരി മുതൽ അങ്ങോട്ട് അവസാനം പ്രണവത്തെ പ്രതിഷ്ഠിക്കുന്നു. ഇതുമൊക്കെ നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നതിനുള്ള വഴിയും വഴികാട്ടികളുമാണ്. ഇനിയും അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളം ഇന്നും ഈ പണ്ടൊക്കെ നമുക്കറിയാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നു. ദേവാലയങ്ങളിൽ നിന്ന് ഈ ചാവക്കാട്, തൃശ്ശൂർ ചാവക്കാട് അല്ലെ, നമ്മുടെ ശിവലിംഗദാസ സ്വാമികളുടെ മഹാസമാധിയുള്ള വിശ്വനാഥ ക്ഷേത്രം, അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഈ വെച്ചാരാധന വീടുകളിൽ ഉണ്ടായിട്ട് അവിടെയൊക്കെ ഒരു 1000കണക്കിന് കോഴിയെയാണ് ഒരു ദിവസം വെട്ടി എറിഞ്ഞിരുന്നത്. അതിൽ രക്തം കൊണ്ട് ദേവി വിഗ്രഹത്തെ നാവ് നീട്ടി ഉഗ്രമൂർത്തിയായിരിക്കുന്ന ദേവിയെ അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. ഗുരു അവിടെ എത്തിയിട്ട് ഗുരു പറഞ്ഞു, ആ വിഗ്രഹം ഇളക്കി മാറ്റി. എന്നിട്ട് ഗുരു പറഞ്ഞു, ദേവാലയങ്ങളിൽ മുഴങ്ങേണ്ടത് പ്രാർത്ഥനകളാണ്, അല്ലാതെ സാധു ജന്തുക്കളുടെ ദീനരോധനങ്ങളല്ല എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ ആ വിഗ്രഹത്തെ ഒന്ന് തൊടണമെങ്കിൽ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തൊടാൻ പറ്റുമോ? എത്ര നാളുകളായി ആരാധന ചെയ്തിരുന്ന മൂർത്തികളെയൊക്കെ പുഷ്പം പോലെ എടുത്ത് മാറ്റണമെങ്കിൽ അതാരാണ്? ഗുരു എന്ന സ്വരൂപം ആരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. അങ്ങനെ ഗുരുവിന്റെ ജീവിതയാത്രകൾ അത്രയും നമുക്ക് നോക്കുമ്പോൾ ആ ഗുരു ഈ ലോകത്തെ നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ ഏകദേശം ഒരു 12,000 വർഷം 1000 വർഷമെങ്കിലും കഴിയണം ഒരു മഹാഗുരു ഈ ലോകത്തേക്ക് അവതരിക്കണമെങ്കിൽ. അപ്പോ അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ഗുരു ഈ കുലത്തിലേക്ക് ജനിച്ചത് കൊണ്ട് നമുക്ക് ഈ ഗുരുവിനെ അറിയാനുള്ള ഭാഗ്യമൊക്കെ ലഭിച്ചു, അല്ലെ? അപ്പൊ അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ട് വേണം പോകാൻ. പിന്നെ ശ്രീനാരായണ ധർമ്മം 100 വർഷം പിന്നിടുന്നു. ആ കൃതി വായിക്കണം. അതിനകത്ത് പറയുന്ന പോലെ നമ്മുടെ ജീവിതചര്യകൾ നാം ചിട്ടപ്പെടുത്തണം. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണ്? 5 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിലുള്ള സമയമാണ്. വളരെ ശ്രദ്ധിച്ച് വളർത്തേണ്ട പ്രായം. ഒരു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകേണ്ട ചിന്തകൾ എന്ത്? എഴുത്തിനിരുത്തത് എവിടെ? എങ്ങനെയാണ്? എപ്പോഴാണ് ചെയ്യേണ്ടത്? ചോറൂണൽ ചടങ്ങ്, പേരിടല്, വിവാഹം നിശ്ചയിക്കുമ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള പൊരുത്തങ്ങൾ എത്ര? ഇതൊക്കെ അറിയണം. ഞാനിങ്ങനെ ക്ലൂ ഇട്ട് തരിക, നിങ്ങൾ വായിച്ചോ. 100 വർഷമായി. നമ്മൾ 100ാം വർഷമൊക്കെ ആഘോഷിക്കണം ശ്രീനാരായണ ധർമ്മത്തിന്റെ. അതിൽ ആദ്യം തന്നെ 2025 ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഗുരു, ഈ ലോകത്തെ അധർമ്മം മാറ്റാനുള്ള ഉപദേശം ഞങ്ങൾക്ക് തരണം. അപ്പൊ എന്താണ് അധർമ്മം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈശ്വരനെ തേടിയുള്ള നടപ്പാണ്. യഥാകാമം ചരന്ത്യേ ശൗചാചാരാദി വർജിതാഹ അനേക ദേവ വിശ്വാസാത് ഉന്മത്ത ഇവ സർവതഃ. അതായത് അനേക ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ദൈവം എന്തെന്നറിയാതെ ഓടി നടക്കുന്ന മനുഷ്യർക്ക് ദൈവം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഗുരുവിന്റെ കൃതികളൊക്കെ വരുന്നത്. ഇപ്പൊ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് കൈയുള്ള പൈസയും കൊണ്ട് ഓടുമ്പോ ഒരു ഗുരുമണ്ഡപം അടുത്തുണ്ടെങ്കിൽ, ഒരു ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ, അന്ത്യത്തിരി കത്തിക്കാനില്ലാത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക സമ്പാദ്യം. ക്ഷേത്രം ഒരു ദേശത്തെ ആധ്യാത്മിക വളർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാക്കുന്നതാണ്. സമ്പന്ന ക്ഷേത്രങ്ങളിലേക്കല്ല പൈസയും കൊണ്ട് പോകേണ്ടത്. ദൈവം അങ്ങോട്ട് കൊടുക്കുന്നതിന് പ്രതിഫലം ഒന്നും തരില്ല. ഇതൊക്കെ നമ്മൾ അറിയണം. അങ്ങനെ ഗുരുവിനെ അറിഞ്ഞ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പന്റെ സമാധി ഗാനത്തിലെ ഒരു 4 സ്റ്റാൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചെറായിയില്. അപ്പോ അദ്ദേഹം ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ഊർജസ്വലനായ ഒരു യുവാവായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ഈ സമാധി ഗാനമൊക്കെ രചിക്കുന്ന സമയത്ത് അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ ശ്രീനാരായണ നഗർ, അവിടെ 1967
തൊഴുകയോടുകൂടി നിൽക്കുന്ന സഹോദരൻ അയ്യപ്പനൊരു ചിത്രമുണ്ട്. യുക്തിവാദിയാണ്. യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഈ നിരീശ്വരവാദി നല്ല അർത്ഥം. എന്തും യുക്തിയോടെ മാത്രം സ്വീകരിക്കുന്നു. ഗുരുവിനെയും യുക്തിപൂർവ്വം സ്വീകരിച്ച വ്യക്തിത്വമാണ് സഹോദരൻ അയ്യപ്പൻ. ഗുരുവിനെ നെഞ്ചോട് ചേർത്ത ശിഷ്യനാണ്. അപ്പോൾ ആ ഗുരു വിഗ്രഹത്തിന്റെ മുന്നിലെ ഗുരുപ്രതിമയുടെ മുൻപില് തൊഴുകയോടുകൂടി അന്നും യുക്തിവാദി പത്രത്തിന്റെ പത്രാധിപരായ സഹോദരൻ അയ്യപ്പൻ നിന്നപ്പോ അന്നത്തെ മാതൃഭൂമി പത്രം അത് വളരെ കളിയാക്കിക്കൊണ്ട്, ഉദ്ഘോഷിച്ചുകൊണ്ട്, ഉറക്കെ കളിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് എഴുതിയിരുന്നു. അന്നും സഹോദരൻ അയ്യപ്പൻ പറയുന്ന ഒരു വാചകമുണ്ട്: ഞാൻ എന്റെ സകല യുക്തിവാദങ്ങളും മാറ്റിവെക്കാം, പക്ഷേ ഗുരുസ്വാമികളെ മാറ്റിവെക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താണെന്നറിയോ? ആ കൃപയും ജ്ഞാനവും ഒക്കെ വേണ്ടോളം അനുഭവിച്ച കൃപാലുവാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഗുരുവിന്റെ ആ മഹാസമാധിയിൽ വിങ്ങി പൊട്ടുന്നുണ്ട്. മഹാസമാധി കരയാനുള്ളതല്ല, ഒരു ജീവൻ പരബ്രഹ്മ സ്വരൂപമായി മാറുന്ന ആനന്ദ അനുഭവമാണ്. പക്ഷെ സഹോദരൻ അയ്യപ്പൻ അങ്ങോട്ട് താങ്ങാൻ പറ്റിയില്ല. അയ്യപ്പൻ പാടി: ജരാരുച മൃതി ഭയമേഴ ശുദ്ധ യേശു നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമി ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. ഓർക്കണം എന്തൊക്കെയാ വിളിച്ചത്. ഈ കാണുന്നതിനെല്ലാത്തിനെയും യുക്തിപൂർവം എല്ലാത്തിനെയും സ്വീകരിക്കുന്ന അയ്യപ്പൻ വിളിക്കുക: ജരാരുജാമൃതി ഭയങ്ങളില്ലാത്തവനെ, ദേവ, ഭഗവാനെ, ജഗദ്ഗുരു, നാരായണ എന്നൊക്കെ വിളിച്ചത്. നമുക്കിപ്പോഴും ഗുരു ദൈവമാണോ? നമ്മുടെ വീട്ടിലെ ഒരു ഗുരുവിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെന്ന് പറയാം, അല്ലെ? അത് നമ്മൾ പറഞ്ഞത് അന്ധനാണ്. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം, അല്ലെ? സൂര്യശോഭയാർന്ന സദ്ഗുരുവിനെ കിട്ടിയിട്ടും മിന്നാമിനിങ്ങിന്റെ ഇത്തിരി വെട്ടം തേടി പോകുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരു പുണ്യദിനത്തിലൊക്കെ എത്തുമ്പോ ഗുരുവിനൊക്കെ പഠിക്കണം. നമ്മളെ പറയാ: ജരാരുജാ മൃതി ഭയങ്ങളില്ല. ജര രോഗം, വൃദ്ധാവസ്ഥ, രുച രോഗം, മൃതി ഭയം, ഇതൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനാണ്. ശരീരം ഉണ്ടായ നിമിഷം മുതൽ ചലിച്ച് പരിണമിച്ച് മരണത്തിലേക്ക് അതിന്റെ യാത്ര. അന്യ നിമിഷം ചലിച്ചു മാറിക്കൊണ്ടിരിക്കുക. ഈ ശരീരത്തെ പോറ്റാനാണ് ഒരു ജന്മം മുഴുവൻ നമ്മൾ അലയുന്നത്. എന്നിട്ട് കത്തിച്ച് തിരിച്ചാരുമായിട്ട് കയ്യിൽ തരും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാതെ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? ചത്തുപോകുന്നു പാവം ശിവ ശിവ. സത്യമല്ലേ പറയണേ? അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച്, ഈ ഗുരുവിന്റെ മുമ്പിലല്ലേ ഇപ്പൊ ഇരിക്കുന്നത്? ഒരു ആശ്രമതുല്യമായ അന്തരീക്ഷത്തിലേ ഇരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, എന്താ എന്റെ ജീവിതത്തിന്റെ അർത്ഥം? എത്ര ക്ലേശങ്ങൾ സഹിക്കുന്നു ഭഗവാനെ ഈ ജീവിതം ഒന്ന് മറുകര എത്തിക്കാൻ. എന്തിനായിരുന്നു ഇത്ര ദുഃഖം അനുഭവിച്ച് ജീവിച്ചത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചത്തുപോകാനാ. പക്ഷെ അതിന്റെ അപ്പുറം ഈ ജീവനെ നമ്മുടെ ശരീരത്തെ, ജഡത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ഈശ്വരാംശമുണ്ട്. അതിന് ജനനമോ മരണമോ രോഗമോ ഭയമോ ഇല്ല. ഗദ്യപ്രാർത്ഥനയിൽ ഗുരു എന്താ പറഞ്ഞത്? ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ദുഃഖം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയേയില്ല. എന്തിനെ തീണ്ടുകയില്ല? ശരീരത്തെ തീണ്ടും. നമ്മുടെ ഉള്ളിൽ തെളിച്ചു വെച്ചിരിക്കുന്ന ആത്മപ്രകാശത്തിന് ജനന മരണങ്ങളില്ല, ഭയമില്ല. നമ്മളെല്ലാവരും പ്രകാശ സ്വരൂപരാണെന്നേ. നമ്മൾക്കും ഈ മഹാസമാധിയും സമാധി അവസ്ഥയിലൊക്കെ എത്താനുള്ള ഈശ്വരാംശം നമ്മളിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരു ദൈവമാണ്, ഞാൻ ദൈവമാണെന്ന് അല്ലെന്നല്ല. നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണെന്ന ഗുരു പറഞ്ഞത്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഗുരു ശരീരമല്ല അറിവാകുന്നു എന്നാണ് നമ്മൾ അങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. ഗുരു ശരീരമല്ല അറിവാകുന്നു എന്നല്ല പറഞ്ഞത്. അറിവതു നാം അതു തന്നെ, മറ്റുമെല്ലാവരും അതുതാൻ വടിവാർന്നു നിന്നിടുന്നു എന്ന് അതിന്റെ വ്യാഖ്യാനം ആത്മോപദേശ ശതകത്തിൽ പറയുന്നു. നാം ശരീരമാണ്, അറിവല്ല, അല്ലെ? നാം ശരീരമല്ല അറിവാണെന്ന് പറയുമ്പോൾ നമ്മളും ശരീരമല്ല അറിവാണ്, ബോധമാണ്. ശരീരം അങ്ങോട്ട് പോകും. പക്ഷെ അതിൽ വെച്ചിരിക്കുന്ന ചൈതന്യത്തെ അറിഞ്ഞ് ജീവിക്കാനാണ് ഗുരു പറയുന്നത്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല, നാമരൂപം എന്ന ആത്മോപദേശ ശതകത്തിലൂടെ പറഞ്ഞു തന്നു. ഈ കാണുന്ന സകലതും നമ്മുടെ ശരീരം ഉൾപ്പെടെ അനുനിമിഷം ചലിച്ച് നശിച്ചു പോകുന്നവയാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും പൊരുളായിരിക്കുന്ന ഈശ്വരൻ
നശിക്കാത്ത ചൈതന്യമാണ്. എന്നിട്ട് പറയാണ് ജയനാരായൺ യശോ നിർവാണം എന്നാ പറഞ്ഞ, ശുദ്ധ യശോ നിർവാണം. ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത ആ പരമാത്മ സ്വരൂപത്തിൽ വിലീനമായ ദിവസമാണിന്ന്, ആനന്ദത്തിന്റെ ദിവസം. ഗുരുക്കന്മാർ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഇങ്ങനെ സത്യം സാക്ഷാത്കരിച്ച ഗുരുവിനെ കിട്ടണമെങ്കിൽ ജന്മാന്തര സുഹൃതം വേണം, പുണ്യം വേണം. പക്ഷെ കഷ്ടം എന്ന് വെച്ചാൽ ആ പുണ്യത്തെ കിട്ടിയിട്ടും ഇത് പുണ്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് ഏറ്റവും വലിയ നമ്മുടെ അജ്ഞാനമാണ്. അപ്പോ സഹോദരൻ അയ്യപ്പനൊക്കെ ഇത് അറിഞ്ഞവരാ. അതുകൊണ്ടാ പറഞ്ഞ ജയനാരായണ ഗുരുസ്വാമിൻ ദേവ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവനെ, ജയ ഭഗവാനെ, ജയ ജഗദ്ഗുരു, ലോകഗുരു എന്നാണ് വിളിച്ചത് അല്ലെ ഗുരുവിനെ. അപ്പൊ ഇതൊക്കെ ഗുരുവിനെ അറിഞ്ഞവരുടെ വാക്കുകളാണ്. അടുത്തത് പറയാണ് തവ വിയോഗാർത്തി പരിതപ്തർ ഭവത്കൃതക പുത്രരാം അനേക ലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൽ ഉദകം വീത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു. അന്ന് അയ്യപ്പൻ പറഞ്ഞു മലയാളക്കരയിലുള്ള ആളുകളാണ് ഗുരുവിന്റെ മഹാസമാധിയിൽ വേദനിച്ചതെന്ന്. ഇന്ന് മലയാളക്കരയിൽ കുറവാ അല്ലേ? മലയാളക്കരയിൽ കുറവാ. ഗുരുവിന്റെ ജയന്തി ആഘോഷത്തിന് എന്നെ വിളിച്ചത് ബോംബെയിലേക്കാണ്, ഗുരുമന്ദിരത്തിലേക്കാണ്. ടീച്ചറെ കേരളത്തിലെ പോലെയൊന്നും അല്ല, ആയിരക്കണക്കിന് ആളുകളാണ് ഉള്ളത്, ഇങ്ങോട്ട് പോര് അല്ലെ. അപ്പോ മലയാളക്കരയിൽ വിട്ടു അല്ലെ. ലോകം മുഴുവനും ഗുരുവിനെ ആരാധന ചെയ്യുകയാണ്, മലയാളക്കരയല്ല. അതാണ് ഈ കാലമേറെ ചെല്ലും തോറും ഗുരുവിനെ അറിയുന്നവരുടെയും ഗുരുവിന്റെ ദർശനത്തിലേക്ക് എത്തുന്നവരെയൊക്കെ ഈ എണ്ണം കൂടുകയാണ്. നമ്മളൊക്കെ അന്ധകാരം മാറ്റി ഗുരുവിലേക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വന്നു തുടങ്ങും. ഈ കെട്ടിടമൊക്കെ പണിയും നന്നായിട്ട്. ഇങ്ങനെയൊന്നും കിടക്കില്ല നമ്മള്. ഗുരുവിന്റെ കാലഘട്ടം നമ്മൾ ഓർത്തു നോക്കണം. ഗുരുവിന്റെ ഫിയറ്റ് കാറിലെ ഗുരു സഞ്ചരിച്ചത്. ആ കാലഘട്ടത്തില് അത്രയും സമ്പന്ന വർഗം ഗുരുവിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഒന്ന് മിണ്ടിയാൽ മതി സാധിക്കാനായിട്ട് അല്ലേ? അത്രയും സമ്പന്നരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഉയരാത്തത്? അറിയേണ്ടതിനെ അറിയാത്തത് കൊണ്ടാ. ഒരു പരമ്പൊരുളിനെ കിട്ടിയിട്ട് അതിനെ അറിയാതെ കാശും കൊണ്ട് 4 വിളിക്ക് ഓടുമ്പോൾ എങ്ങനെയാ നമുക്കൊക്കെ ഉയർച്ച വരിക? ആ പാതാര ബിന്ദങ്ങളിൽ സർവ്വതം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് ശ്രേയസും പ്രേയസും തരണേ ഭഗവാനെ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. സർവ്വതും സമർപ്പിച്ചുകൊണ്ട് പാടുക. ഒന്നും ചോദിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങള് വെളിവാർന്നതായി വെളിച്ചമുള്ളതായിട്ട് വരും. ഞാൻ ഓർക്കുന്നു, പടയമ്പാടിയിൽ ഒരു SNDP ശാഖയുടെ കുടുംബയോഗത്തിന് പോയതാ. ഒരു കുടുംബയോഗത്തിന്റെ വാർഷികത്തിന് പോകുമ്പോ 8-10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു ഗുരുമണ്ഡപമൊക്കെ പണിതിട്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് അവര് വാർഷികം നടത്തുക. അപ്പൊ ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോ പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിത്യവൃത്തിക്ക് എടുക്കുന്ന പണത്തിൽ നിന്ന് ഒരംശം ഞങ്ങള് ഗുരുവിന്റെ പേരിൽ മാറ്റിവെക്കും. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ടുള്ള ജനം അങ്ങനെ ഗുരു നടക്കുമ്പോൾ, ആ നടന്നു പോകുമ്പോൾ ആ പാദം പോലും തൃശ്ശൂർ ഗുരുവിന്റെ ഭക്തന്മാരായ ധാരാളം സമ്പന്നരായ ഗുരുവിനെ ഇഷ്ടപ്പെട്ടിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗത്തായിട്ട്. ചാവക്കാട് ക്ഷേത്രമൊക്കെ ആ വാങ്ങിയത് നോക്കുമ്പോൾ സമ്പന്നരായ 1-2 പേരാണ് അത്രയും അത് ഗുരുവിന്റെ പേരിലേക്ക് ആ ഒരു ആധാരം അതിന്റെ പേരിൽ വാങ്ങിയിട്ടത്. അപ്പോ എന്തും സ്വജീവനും ശരീരവും അർത്ഥവും പ്രാണനും വരെ ഗുരുവിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് ഭക്തന്മാരുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? അവർ ഗുരുവിനെ അറിഞ്ഞതാ. നമ്മുടെ ഇന്നത്തെ ദേവിക്ക് കണ്ടപ്പോഴേ വളരെ സങ്കടം തോന്നി. കാരണം ഇപ്പോഴും നമ്മളൊന്നും ഉയർന്നില്ലല്ലോ, വളർന്ന ഒരു യൂണിയന്റെ കെട്ടിടമാണിത്. ഇങ്ങനെ പോരാ. നമ്മൾ ഭൗതികമായി ഉണരണം, ആത്മീയമായി ഉണരണം. നമ്മുടെയൊക്കെ സംഘങ്ങള്, സ്ഥാപനങ്ങള് ഉയർന്നു വരണം. കാരണം ഗുരുവിന്റെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നതാണ്. ആശാൻ പറഞ്ഞ പോലെ, അങ്ങേ തിരുവുള്ളൂറിയ ഒരൻ പിൻവിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം. ഞങ്ങൾക്ക് ഇങ്ങനെ യോഗം ചേർന്നേ
ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അങ്ങയുടെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന ദയയല്ലേ ഭഗവാനെ. ഞങ്ങൾ ഇങ്ങനെ ഈ ഗുരുവിന്റെ മുന്നിൽ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തിരുത്തിയേക്കണത് ആശാന്റെ വാക്കായത് അല്ലെ. അപ്പൊ ഈ സംഘടന കൊണ്ട് കരുത്താർജിക്കണം. സംഘടനയിൽ ഇരിക്കുമ്പോൾ തേനീച്ചയെ പോലെ സംഘടന പാഠവും ഉണ്ടാകണം. വിവിധങ്ങളായ പുഷ്പങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ രുചിയും മണവുമുള്ള പുഷ്പങ്ങളിൽ നിന്ന് ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടോടെ തേൻ ശേഖരിച്ച് ഒറ്റ രുചിയുള്ള തേനാക്കി മാറ്റുന്ന തേനീച്ചയുടെ സംഘടനാ പാഠവും നമുക്കുണ്ടാകണം. നമ്മുടെ സ്വത്തിന്റെ നമുക്കുള്ളതിൽ ഒരംശം സമർപ്പിക്കാനായിട്ടുള്ള മനസ്സ് തന്നെ എന്ന് നമുക്ക് തന്നെ ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കാം. പണ്ടുള്ള ആളുകൾ അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഏറെ സമ്പന്നരായി ഓരോ സംഘടനകൾ. എന്തൊക്കെ സംഘടനകൾ ഉണ്ടായിരുന്നു. ആശാൻ പറഞ്ഞ പോലെ എന്താ പറയാ, ആശാൻ പറയുന്നുണ്ട് വലിയ സേനകൾ അല്ലെ. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഭരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടരിനായി ഭവാൻ അണിനിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ പരമസദ്ഗുരോ. ഭാരതത്തിന്റെ വിഴുങ്ങിയിരുന്ന ജാതി സമ്പ്രദായം ഇന്നും നമ്മൾ കണ്ടു. ഏകദേശം 5-8 മാസങ്ങൾക്ക് മുമ്പ് ജാതി ചോദിച്ച് മതം ചോദിച്ച് കൊന്നൊടുക്കിയപ്പോൾ ജാതിക്കെതിരെ ഏറ്റവും ശക്തമായ പടവാളാണ് ഗുരുവിന്റെ ദർശനം, ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മം, ആത്മോപദേശ ശതകം, അരുവിപ്പുറം പ്രതിഷ്ഠയിലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ മലയാളക്കരയ്ക്ക്, ഈ ലോകത്തിന് ലോകത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനിലൂടെയാണ്. അത് ഈ 4 വാചകമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇന്ന് ലോകം നേരിടുന്ന ജാതി മത ഭേദ ചിന്തകൾ കൊണ്ടുള്ള കലഹത്തിനുള്ള ഔഷധക്കൂട്ട് ഗുരുവിന്റെ ദർശനത്തിലല്ലാതെ വേറെ എങ്ങുമില്ല. കാരണം ഗുരുവിന്റെ ദർശനത്തിൽ ഒരു കുഞ്ഞുറുമ്പ് പോലും അതിന് പുറത്തില്ല. സകല മതാചാര്യന്മാരെയും സകല ആധ്യാത്മിക ആചാര്യന്മാരെയും സകല അധ്യാത്മിക ഗ്രന്ഥങ്ങളെയും സകലതിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള മഹാഗുരുവിന്റെ ദർശനം ആർക്കാണ് അത് സ്വീകാര്യമല്ലാതായി തീരുക? അത്രയും ഉള്ളൂറിയ അൻപാണ് ഗുരുവിന്റെ. അപ്പോൾ ആ വലിയ സേനയുണ്ട്. SNDP യോഗം, ധർമ്മസംഘം, വിദ്യാലയങ്ങള്, ആശ്രമങ്ങള്, മഠങ്ങള്, എല്ലാം തന്നെ ക്ഷേത്രങ്ങള്, ഇതെല്ലാം തന്നെ ആ സേനയാണ്. പക്ഷേ അതൊക്കെ ഗുരുവിന്റെ മഹാസമാധി സമയത്ത് 1928 ശൈശവ പ്രായത്തിൽ മാത്രം നിൽക്കുന്നു. ധർമ്മസംഘം തൃശൂർ കുറുക്കഞ്ചേരിയിലെ മണ്ണിൽ വെച്ചിട്ട് 1928 തിരികൊളുത്തിയിട്ടേ ഉള്ളൂ. അതൊക്കെ പടർന്നു പന്തലിക്കണം. ഒരു ഗൃഹനാഥൻ ഇതൊക്കെ നോക്കേണ്ട, നമുക്ക് കൈപിടിച്ച് നമ്മളെ അതിന് പ്രാപ്തരാക്കേണ്ട ഒരു ഗൃഹനാഥൻ അങ്ങ് പോയപ്പോ, ആ ശരീരം അങ്ങ് പോയപ്പോ തളർന്നു പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ പരമസദ്ഗുരു. നമ്മൾ ഓരോരുത്തരും ആ കരുത്തുറ്റ സേനയിലെ സമരഭടന്മാരാണ്. നമ്മൾ എതിർക്കേണ്ടത് എന്തിനോടാ? ജാതി, മതം, മദ്യം, അന്ധവിശ്വാസങ്ങൾ. ഇതൊക്കെ ഇന്ന് ലോകത്തെ ഇരുട്ടാണ്. ഈ ഇരുട്ടിനെ മാറ്റാനുള്ള ഔഷധം കൂട്ടായിയാണ് ഗുരു ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിന്റെ നക്ഷത്രം ചതയം. ചതയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശതഭിഷക് എന്ന സംസ്കൃതത്തിൽ 100 വൈദ്യൻ. അതായത് മനുഷ്യന്റെ രോഗത്തെ മാറ്റാൻ നിരവധി സ്പെഷ്യലിസ്റ്റുകളുണ്ട്, നമുക്ക് വൈദ്യന്മാരുണ്ട്. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ രോഗത്തെ മാറ്റാൻ പ്രപഞ്ച സൃഷ്ടാവിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് 100 കണക്കിനുള്ള സംസാര രോഗങ്ങൾക്കുള്ള മരുന്നുമായിട്ടാണ് ഗുരു അവതരിച്ചത്, അല്ലെ? അപ്പോ ആ ഋഷീശ്വരൻ തന്ന മരുന്ന് നമ്മൾ എന്ത് ചെയ്തേക്കുക? ഒന്നില്ലേ നമ്മൾ മരുന്ന് മേടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചില്ലുള്ള കൂട്ടിൽ വെച്ച് പൂട്ടി, അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് പൂജിച്ചോണ്ടിരിക്കും. കഴിച്ചാലല്ലേ രോഗം മാറും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കഴിച്ചാലല്ലേ രോഗം മാറുള്ളൂ. ജാതിക്കും മതത്തിനും ദൈവത്തിനും ഒക്കെ പേരിലുള്ള അന്ധവിശ്വാസങ്ങൾ അത് തിരുത്താനുള്ള വഴി ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ പറയാണ്, ഭഗവാനെ അങ്ങ് എടുത്തു വളർത്തിയ കൃതകപുത്രരാ നമ്മള്.
കൃതകപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വളർത്തുമക്കളാ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? കുളിക്കാൻ മുതൽ പഠിപ്പിച്ചു. കുളിക്കാൻ അറിയില്ല, കുളിക്കണമെന്ന് അറിയില്ല. മനുഷ്യന്റെ ബേസിക് നീഡാണ് കുളിക്കേണ്ടതെന്ന് അറിയില്ല. വസ്ത്രം അടിച്ചനച്ച് അത് കഴുകി വൃത്തിയാക്കി ഇടണമെന്ന് അറിയില്ല. ഗുരുവിനെ കാണാൻ വരുന്നവരോട് ഗുരു പറയണത്, നമ്മെ കാണാൻ വരുന്നവർ നെയ്യാറിൽ കുളിച്ച് വൃത്തിയായി വരൂ അല്ലെ? ഗുരുവിനെ കാണാൻ വരുമ്പോ കുളിച്ച് വരണം. കുളിക്കാൻ കുളി സംഘം ഉണ്ടാക്കി. ആദ്യത്തെ സംഘടന കുളി സംഘം കേട്ടോ. SNDP യോഗം ആകണതിന് മുമ്പ് കുളി സംഘമായിരുന്നു. ആലോചിച്ച് നോക്കിയേ, കുളിക്കാൻ പഠിപ്പിച്ച ഋഷീശ്വരൻ. അങ്ങനെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ബുദ്ധി തെളിച്ച് തന്ന് ഇങ്ങനെ ഇന്ന് ഈ ഗുരുവിന്റെ മുൻപിൽ നമ്മളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മുന്നേറാനുണ്ട്, സഞ്ചരിക്കാനുണ്ട്, ഒത്തിരി സഞ്ചരിക്കാനുണ്ട്. അതാണ് ഗുരു പറയുന്നത്, അങ്ങയുടെ വിയോഗത്താൽ ഉണ്ടായ ദുഃഖത്താൽ പരിതപ്തരായിരിക്കുന്ന അങ്ങയുടെ കൃതകപുത്രർ. ഗുരുവിന് സ്വന്തമായി പുത്രനില്ല. ഗുരു നൈഷ്ഠിക വിവിധ സന്യാസിയാണ്. നമ്മളൊക്കെ ഗുരുവിന്റെ മക്കളാണ്. ഇന്ന് ഈ മൈക്കിന്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മെ പ്രാപ്തമാക്കിയത് ഗുരുവല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ പറയണത്, അനേക ലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൽ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു. എന്നിട്ട് പറയാ ഗുരു ആരാന്ന് പറയാ, മനോവിജയത്തിൻ തികവാൽ ദിവ്യമാം ഒളിച്ചിതറുമാ തിരുമുഖമിനി ഒരു നാളും ഞങ്ങൾ ഒരു കണ്ണു കാണാൻ കഴിയാതായല്ലോ പരമസദ്ഗുരു. അത് ഈ ഒരു ആർത്തനാദത്തിന് കാരണം എന്താണെന്നറിയോ? BA പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സെക്കൻഡ് ഇയർ ഒക്കെ എത്തിയപ്പോ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല സൗദനയ്യപ്പന്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരുവിനെ കാണുന്നത്. പഠനം പാതി മുടങ്ങിയ സന്ദർഭത്തിൽ ഗുരു കുമാരനാശാനോട് പറയുന്നുണ്ട്, സഹായിക്കണം, ധനം വിദ്യയാകും, വിദ്യ സേവനമാകും, വേണ്ടത് ചെയ്യുക. ഗുരു അധികമൊന്നും സംസാരിക്കില്ല, ഹിതവും മിതവുമായി സംസാരിക്കൂ. ധനം വിദ്യയാകും. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ നമ്മൾ ചെലവാക്കുന്ന ധനം വിദ്യാഭ്യാസമായാൽ ആ വിദ്യാഭ്യാസം ലോക സേവനമാകണം. നമ്മൾ പഠിക്കുന്നത് നമുക്ക് സ്വാർത്ഥതയ്ക്കല്ല, ഈ സമൂഹത്തെ സേവിക്കണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സഹോദരനെ ഇപ്പം 100% അത് പ്രാക്ടിക്കലാക്കി സ്വസ്ഥമായ ഒരു ജീവിതം നയിച്ചിട്ടില്ല. ഈ കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പോകുമ്പോൾ തെറിപ്പാട്ട് പാടിക്കൊണ്ട് ആളുകൾ പോകുമ്പോൾ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ വീഞ്ഞപ്പെട്ടിയിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നിട്ട് ഇത് തെറ്റാണ് എന്ന് എതിർപ്പാട്ട് പാടി കോഴി വെട്ടിയ മാലിന്യങ്ങളും ചോരയും എല്ലാം കൊണ്ടുവന്ന് അയ്യപ്പന്റെ മേത്തെ കുഴിച്ചു, ദേഹത്ത് കുഴിച്ചു, ഒക്കെ സഹിച്ചു, ഉറുമ്പിന്റെ കൂടിട്ട്. പിന്നെ ഈ കശുവണ്ടിയുടെ ആ കറയൊഴിപ്പിച്ച് പൊള്ളിച്ചു. വീട്ടിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഒക്കെ പുറത്താക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, സമൂഹത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചതിനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ത്യാഗമൂർത്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഓടിയെത്തും ശിവഗിരി കുന്നിലേക്ക്, തന്റെ ഗുരുവിന്റെ സവിധത്തിലേക്ക്. ഒന്ന് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ നിന്നൊരു നോട്ടം കിട്ടിയാൽ ഒരു പിതാവ് ആശ്വസിപ്പിക്കുന്ന പോലെ പറയും, ക്രിസ്തുവിനെ പോലെ സഹിക്കാൻ പഠിക്കണം. സമൂഹത്തിന് വേണ്ടി സേവിക്കണമെങ്കിൽ നല്ല ത്യാഗം വേണം. അങ്ങനെ ത്യാഗം സഹിച്ചതാണ് സഹോദരൻ അയ്യപ്പൻ. നാട് കടത്താൻ പോയതാ സഹോദരനെ. പുലയൻ അയ്യപ്പൻ എന്ന് ഇരട്ടപ്പേര് വിളിച്ചു. എന്തൊക്കെ ചെയ്യാമോ ഇതെല്ലാം ചെയ്തിട്ടും പന്തിഭോജനം നടത്തി സാധുക്കളായ ആളുകളെ അടുത്തിരുത്തി അന്നം വാരി കൊടുത്തുകൊണ്ട് ഒക്കെ ഈ ജാതിയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഗുരുവിന്റെ വലിയ സേനയിലെ ഏറ്റവും ഈടുറ്റ സമരഭടനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അപ്പോ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഗുരു പറയുമ്പോ പോട്ടെ ക്ഷമിക്ക് എന്നൊന്ന് പറയുമ്പോ ആശ്വാസം ഉണ്ടായിരുന്നു. ഇനി എനിക്ക് ആ തിരുമുഖം കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് ആ മുഖത്ത് നിന്ന് വരുന്ന സാന്ത്വനങ്ങളും ആ വാക്കുകളും ശ്രവിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു അയ്യപ്പന്റെ ആ ഒരു പരിദേവനത്തിന്റെ പിന്നിൽ അതാണുള്ളത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇനി അങ്ങയുടെ ആ
മനോവിജയത്തിന്റെ തികവ് കൊണ്ട് ദിവ്യമായ മുഖം. ഗുരുവിന്റെ മുഖം അങ്ങനെയാ. മനസ്സിനെ ജയിച്ചവരുടെ മുഖത്ത് കാണുന്ന ആ ദിവ്യ ചൈതന്യവും പരിപക്വതയും ഗുരുവിന്റെ മുഖത്ത് വിളയാടിയിരുന്നു. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത്, ഞാൻ പറയണ്ടല്ലോ ടാഗോറിന്റെ വാക്കുകളൊക്കെ നമുക്കറിയാവുന്ന അല്ലെ, ടാഗോർ ഗുരുവിന്റെ മുഖത്ത് ദിവ്യത്വം ദർശിച്ചു. C.F. ആൻഡ്രൂസ്, യേശുദേവനെ ഞാനിതാ അറബിക്കടലിന്റെ തീരത്ത് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. പാതിരി പള്ളിയിലച്ചൻ പറഞ്ഞു അല്ലെ. അപ്പൊ ദൈവികത്വം ഗുരുവിനെ കാണുക. മഹാത്മാഗാന്ധി പറഞ്ഞത് ഗുരുവിനെ കണ്ടപ്പോൾ ഉള്ളിൽ ഒരു മാറ്റം സംജാതമായി എന്ന. എന്തുകൊണ്ടാ? ആ മനോവിജയത്തിന്റെ തികവാണ്. മനസ്സിനെ ജയിച്ച് അല്ലെ ആ ഈശ്വരനിൽ ഇരുത്തി ഈശ്വര ചിന്തയിൽ സമാധിസ്ഥിതനായിക്കൊണ്ട് ഈ ലോകത്ത് ഗുരു സഞ്ചരിച്ചത് അത്രയും സമാധിയിൽ ഇരുന്നു കൊണ്ടാണ്, ഈശ്വരനിൽ ലയിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അരുവിപ്പുറത്തുനിന്ന് ഇറങ്ങി വരണ്ട, അല്ല അരുവിപ്പുറത്തില്ല മരുത്വമലയിൽ നിന്ന് ഇറങ്ങി വരണ്ട. മരുത്വമലയിൽ 5 വർഷമാണ് തപസ് ചെയ്തത്. അത് നിറ യൗവനത്തിൽ 30-35 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു 5 വർഷം തപസ് ചെയ്യുമ്പോൾ ആ തപസ്സിനൊടുവിൽ ദൃഢചിത്തനാകുന്നുണ്ട്. സമാധി ഉറച്ച് ആ ശരീരം ഇഷ്ടമുള്ളപ്പോൾ ത്യജിക്കാം. അങ്ങനെയാണ് ഋഷീശ്വരന്മാര് മലമടക്കുകളിൽ നിന്ന് തപസ് ചെയ്ത് അവർ അവിടെ തന്നെ അങ്ങ് തീരാറ പതിവ്, ശരീരം ഉപേക്ഷിക്കാറ പതിവ്. പക്ഷെ ഗുരു പറഞ്ഞു പിന്നെയാട്ടെ ആ ബ്രഹ്മവിത്തിൽ നിന്നും ബ്രഹ്മവിദ് വരീയനും വരിഷ്ഠനും ഒക്കെയായി തട്ടിത്തട്ടി പെരുക്കി പെരുവഴി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കാരണം എനിക്ക് പണിയുണ്ട്. ദിനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകരോട് ഉത്തിഷ്ഠ, എഴുന്നേക്കൂ, നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. ജ്ഞാന നദിയിലൊന്ന് മുങ്ങിയിട്ട് പോ. മനുഷ്യജന്മം കിട്ടിയതല്ലേ, ഇത് പറയാൻ ഇറങ്ങി വരണം. കാരണം എന്തെന്നറിയോ, ആത്മജ്ഞാനത്തിൽ ഇരുന്നപ്പോൾ, ജഗദീശ്വര സത്തയിൽ ഇരുന്നപ്പോഴാണ് ഗുരു ലോകത്ത് ഇറങ്ങി നടന്നപ്പോൾ കണ്ട മുഖങ്ങളും അവരുടെ കണ്ണീരും വേദനയും യാതനയും ഗുരുവിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴായിരിക്കണം അവിടുന്ന് ഇറങ്ങിയത് മരുത്വമലയിൽ നിന്ന്. പിന്നീടല്ലേ നമുക്ക് SNDP യോഗമുണ്ടായത്, പിന്നീടല്ലേ ക്ഷേത്രങ്ങൾ ഉണ്ടായത്, ആശ്രമങ്ങളും മഠങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഉണ്ടായത്. ഗുരു തന്നതിനെയൊക്കെ ഗുരുവിന്റെ കാരുണ്യപൂർണമായ ത്യാഗം കൊണ്ട് നേടിയെടുത്ത ആ സൗഭാഗ്യങ്ങളെല്ലാം നമ്മൾ ഇരിക്കുമ്പോൾ, പക്ഷെ നമ്മൾ ഗുരുവിനെ നേരായ രീതിയിൽ പഠിക്കാനോ അറിയാനോ ഒന്നും തയ്യാറാകുന്നില്ല. മനസ്സിനെ അടക്കുക നിസ്സാര കാര്യമൊന്നുമല്ല. മനസ്സിനെ അടക്കി ആത്മസ്ഥിതനായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ പരമഗുരുക്കന്മാർക്കും പരമ ചൈതന്യത്തിനും മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ മനോവിജയത്തിന്റെ തികവ് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച നേർക്കാഴ്ചയെ പറയണത്. വെറും കാവ്യരചന അല്ല ഇത്. അതാണ് നമ്മൾ അറിയേണ്ടത്. ഗുരുവിനെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഗുരുവിലേക്ക് സഞ്ചരിക്കുക. ഓരോ ജയന്തിയും മഹാസമാധിയും കഴിയുമ്പോൾ ഗുരുവിനെ അറിയാൻ നമുക്ക് നമ്മളുടെ സംഘാടകര്, നമ്മളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവര് ഇത്തരത്തിൽ നിങ്ങളുടെ ശാഖയുടെ പരിപാടി കഴിഞ്ഞിട്ടും നിങ്ങളെ വിളിച്ചിരുത്തി ഒരച്ഛന്റെ പക്വതയോടെ നിങ്ങൾ ഇതൊക്കെ കേൾപ്പിക്കണം. എന്തിനാ? ഗുരുവിലേക്ക് അടുക്കാൻ. അവരുടെ ദൗത്യമാണത്. അതാണ് ചെയ്യേണ്ടത്. അതായത് പ്രാർത്ഥനയും പൂജയും കടന്നു പോവാനല്ല. എത്രയോ പ്രാർത്ഥനകള് പൂജകള് കഴിഞ്ഞു, നമ്മൾ ഗുരുവിനെ പഠിച്ചോ? അതുകൊണ്ട് പറയുകയാണ്, ആ മനോവിജയത്തിന്റെ തികവ് ഗുരുവിൽ കണ്ടു സഹോദരൻ അയ്യപ്പൻ. ഇത് വെറും കാവ്യമല്ലാന്ന് ഞാൻ പറഞ്ഞു, അനുഭവമാണ് കുറിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ പറയാ, കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ ചൊരിയുമാനാവ് തിരളതായല്ലോ സഹിയുന്നെങ്ങിനെ പരമസദ്ഗുരു. പക്ഷെ ഒരുപക്ഷെ ഇത് കരയാതെ നമുക്കത് പറയാനേ പറ്റില്ല അല്ലെ. കാരണം ഗുരുവിന്റെ കൃപ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി കാരുണ്യം അനുഭവിച്ചിട്ടുണ്ട്. ഗുരു ഒന്ന് എഴുതിത്താ, ഗുരു എന്നെ നാട് കടത്താനുള്ള തീരുമാനമാണ്. ജാതിക്കെതിരെ ശബ്ദിച്ചതിനെ അയ്യപ്പനെ നാട് കടത്താൻ ഒരുങ്ങിയപ്പോൾ ഗുരുവിന്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു, ഗുരു പോലും സഹോദരൻ അയ്യപ്പന്റെ പ്രവൃത്തിക്ക് എതിരാന്ന് പറഞ്ഞുണ്ടാക്കി. അപ്പൊ ഗുരു എഴുതി കൊടുത്തു, നമ്മുടെ വേഷം ഭാഷ അല്ലെ, മനുഷ്യരുടെ വേഷം ഭാഷ ഇതെല്ലാം വ്യത്യാസപ്പെട്ടാലും മനുഷ്യൻ ഒരു ജാതി ആയതുകൊണ്ട്, മനുഷ്യത്വം എന്ന ഒരു ജാതി ആയതുകൊണ്ട് തമ്മിൽ വിവാഹത്തിനോ പന്തി ഭോജനത്തിനോ
തെറ്റില്ല എഴുതി ഒരു 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 വിജയ ശൈലാളിതനായതുപോലെയാണ് ഗുരുവിൽ നിന്ന് ആ വാക്കും കൊണ്ട് ഓടിയത്. അത് പത്രികയാക്കി എല്ലായിടത്തും അടിച്ച് എല്ലാവർക്കും കൊടുത്തു, നോട്ടീസാക്കി. കണ്ട സ്വാമി പറഞ്ഞതാണ്, സ്വാമി എനിക്ക് അനുകൂലമാണ്, ഇതിനെല്ലാം സ്വാമിയുടെ അനുഗ്രഹം ഇതിനുണ്ട് എന്ന്. അപ്പൊ ആ കൃപ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞുറുമ്പിനോട് പോലും കൃപയുണ്ട് ഗുരുവിന്, അല്ലേ? അനുകമ്പാദശകം തുടങ്ങുന്ന എങ്ങനെയാ? ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിന് തിരുമൈ വിട്ടകലാത ചിന്തയും. ഒരു കുഞ്ഞുറുമ്പിനോട് പോലും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പീഡയും ചെയ്യരുത്. ഗുരു അങ്ങനെയാ. ഗുരുവിന് ജാതീയമായി ആരെങ്കിലും വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ, മദ്യപാനത്തിന്റെ പേരിൽ കുടുംബം തകരുന്നത് കാണുമ്പോൾ, മതത്തിന്റെ പേരിൽ നിന്ദിക്കുന്നത് കാണുമ്പോൾ, അറിവില്ലായ്മയുടെ പേരിൽ അവശത അനുഭവിക്കുന്നത് കാണുമ്പോൾ ഒക്കെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഒരിക്കല് തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഗുരു തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയില് ഒരു കുഞ്ഞ്, അതായത് മെലിഞ്ഞ് അസ്ഥിമാത്രമായിട്ടുള്ള ഒരു കറുത്ത രൂപം കണ്ടപ്പോ ഗുരു ഇങ്ങനെ കൈയും കാട്ടി വിളിച്ചു, നിന്റെ വീട് എവിടെയാ ചോദിച്ചപ്പോ അവൻ ചൂണ്ടിക്കാണിക്കുന്നത് വീടിൽ ഓലയൊക്കെ ദ്രവിച്ചു പോയിട്ട് വെറും ഈർക്കില് മാത്രമായിട്ട് സ്കെൽറ്റനായിട്ട് നിൽക്കുന്ന ഒരു വീടാ. അവിടെ ചെല്ലുമ്പോൾ ആ അടുപ്പ് പുകഞ്ഞിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ അസ്ഥിപഞ്ജരമായിട്ടുള്ള അച്ഛൻ, അമ്മക്കെ ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്ന ഒരു കുടുംബം. ഗുരുവിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുരുവിന്റെ ചുറ്റിനും ധനാഢ്യരായ ശിഷ്യഗണങ്ങളുണ്ടാവും. ഈ തൃശ്ശൂർ നടന്നിട്ടുണ്ട് ധാരാളം. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഗുരു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു തൃശ്ശൂരിനെ. പക്ഷെ നമ്മൾ തൃശ്ശൂരിനെ ഗുരുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഗുരു ഏറ്റവും ഇഷ്ടപ്പെട്ടതാ തൃശ്ശൂർ സ്ഥലം. എല്ലാം തന്നത് ഇവിടെയാ. അത് പറയാൻ ഞാൻ, എല്ലാം തന്നത് ഇവിടെയാ. ധർമ്മസംഘത്തിന് തിരുകൊളുത്തിയത് കുറുക്കഞ്ചേരി വെച്ച അദ്വൈതാശ്രമം, ആശ്രമം, കൃതി, അല്ലേ? ഒക്കെ തന്നത് നമുക്കാ. നമ്മൾ എന്നിട്ട് എന്താ വെളിച്ചം വരാത്തെ? എന്താ നമ്മൾ ഉയരാത്തെ? നമ്മൾ ഉയരണം. ഗുരുവിന്റെ ദർശനം ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഉയരും. അപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ ഗുരു കൂടെ നിന്നവരോട് ചോദിച്ചു. ഗുരു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ സമ്പത്തല്ല ദാനം ചെയ്യേണ്ടത്. നിർധനനായ ദരിദ്രനായ ഒരാൾക്ക് കൊടുക്കുമ്പോൾ പൈസയല്ല കൊടുക്കേണ്ടത്, തൊഴിൽ ദാനം ചെയ്യണം. അല്ലെങ്കിൽ ആഹാരമല്ല ദാനം ചെയ്യേണ്ടത്. ആഹാരം കൊടുത്താൽ അല്ലെങ്കിൽ പൈസ ഗുരു പറയാണ്, ആഹാരം അല്ലെങ്കിൽ ധനം ദാനം ചെയ്താൽ ആത്മാഭിമാനം നശിക്കുകയും ദാരിദ്ര്യം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൊഴിലാണ് ദാനം ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ഒരു നേരം നമ്മൾ പൈസ കൊടുത്ത് ഒരു നേരം ആഹാരം കഴിച്ച് പിറ്റേ നേരം വിശക്കുമ്പോ എന്ത് ചെയ്യും? അതാണ് ഗുരു ചിന്തിക്കണത്. നമ്മളെ പോലെ നമ്മൾ ആരെങ്കിലും കൊടുത്തപ്പോൾ ഒഴിവാക്കാൻ നോക്കുന്ന അതിലുമായി കഴിച്ചോ, അല്ലെ? ഗുരു അങ്ങനെയല്ല. ഇവൻ അടുത്ത നേരം എന്ത് കഴിക്കും, നാളെ എന്ത് കഴിക്കും, ഇവന്റെ ദാരിദ്ര്യത്തിനുള്ള പരിഹാരം എന്ത്? അപ്പൊ ശിഷ്യനോട് ചോദിക്കുകയാണ്, ആരാണ്, എന്ത് ജോലി അറിയാം? അച്ഛൻ ആ കുടുംബത്തിലെ കാരണവരോട് ചോദിച്ചപ്പോ പറഞ്ഞു, നെയ്ത്തറിയാം ഗുരു. അപ്പോൾ ആരാണ് ഒരു ചക്കയും നൂല് വാങ്ങി കൊടുക്കുക? ഞാൻ കൊടുക്കാം. എല്ലാവരും റെഡിയാണ്. അങ്ങനെ തൊഴിൽ കൊടുത്തു. ഒരു ഏറ്റവും വലിയ വസ്ത്രവ്യാപാരിയായിട്ട് മാറി തിരുവനന്തപുരത്ത്, അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഗുരു ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ ഗുരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കല് ഒരു പൂച്ചക്കുട്ടി ഗുരുവിന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂച്ച, ഒരു തള്ളപ്പൂച്ച. അപ്പൊ ഗുരു ഒരു കഴിക്കുന്നതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് അവിടെ വെച്ചു. എന്നിട്ട് ഗുരു പറഞ്ഞ അവസാനം 2 കുഞ്ഞു ഉരുളയും കൂടി എടുത്തിട്ട് അതിന്റെ അടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ കുട്ടിക്ക്. അപ്പോ ആ ഗൃഹസ്ഥനറിയില്ല ആ പൂച്ച പ്രസവിച്ചിട്ടുണ്ടെന്ന് പോലും. അപ്പൊ ഗുരു പോയപ്പോ വേഗം ഗൃഹനാഥൻ മുകളിലേറി മച്ചുമ്പുറത്ത് ചെന്ന് നോക്കുമ്പോ കടലാസ പെട്ടിയില് കണ്ണും തുറച്ചുകൊണ്ട് 2 പൂച്ചക്കുട്ടികള്. അപ്പൊ നോക്കൂ, ആ പൂച്ചയെ ആഹാരം കൊടുക്കുന്നതിനപ്പുറം തട്ടിൻപുറത്തിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെയും കൂടി ഗുരു പരിഗണിച്ചിട്ട് അതിന് പാല് കൊടുക്കാൻ നിനക്ക് കൂടുതൽ ആരോഗ്യം വേണ്ടേ, അല്ലേ? അതുകൊണ്ടാണ് ആശാൻ പറഞ്ഞത്, മാതാവെ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത, വേദത്തെ പോലെ ഓതുന്നറിവും നൃപതിയെ പോലെ പാലിച്ചിടുന്നു,
ഇന്നേതല്ലോർത്താലെനിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. ഈ രണ്ടുപേരും ഗുരുവിനെ കണ്ടവരാ അല്ലെ. മാതാവിന്റെ കരുണയും പിതാവിന്റെ ആ ഒരു ക്ഷേമചിന്തയും സഹോദരന്റെ സഹജ സ്നേഹവും ഒരു രാജാവിനെ പോലെ പ്രജകളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് നടത്തുക അല്ലെ. അറിവിന്റെ കാര്യത്തിൽ സാക്ഷാൽ വേദം തന്നെ. ഇങ്ങനെയുള്ള ഗുരുവിനെ എന്തോർത്താലാണ് എനിക്ക് എന്റെ ഗുരുവിന്റെ പാദങ്ങളെ വന്ദിക്കാതിരിക്കാനാവുക? ആശാൻ ചോദിച്ചതാണ് അല്ലെ. അതുകൊണ്ടാ പറഞ്ഞത് നമിക്കുവിൻ സഹജരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ എന്ന് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അപ്പോ ഗുരുവിന്റെ കൃപ, ഒരു കുഞ്ഞുറുമ്പിനോട് പോലുമുള്ള കൃപ, ഗുരുവിന്റെ ജ്ഞാനം. ഗുരു ജ്ഞാനിയല്ല, ജ്ഞാനം തന്നെ അല്ലെ. 64ഓളം കൃതികളും ഗുരുവിന്റെ ജ്ഞാനത്തെ പറയുന്നവയാണ്. പിന്നെ പറയാണ് ഫലിതം. നല്ല തമാശ പറയും ഗുരു. അധികമൊന്നും സംസാരിക്കില്ല, പക്ഷെ പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന രീതിയിൽ പറയും. ഒരിക്കൽ സൗദർൺ അയ്യപ്പനുമായിട്ട് ആലുവയുടെ മണ്ണിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഈ ശബരിമലയ്ക്ക് പോകാനായിട്ട് ആളുകൾ കെട്ട് നിറച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇരുമുടിയായിട്ട് പോകുമ്പോൾ ഒരു സ്വാമിയെ അയ്യപ്പോ വിളിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പോ അയ്യപ്പൻ പറയാണ് അല്ലെ, സ്വാമി ഇവിടെ തന്നെ ഉണ്ട്. അയ്യപ്പ യുക്തിവാദിയാണല്ലോ അല്ലെ. സ്വാമി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ ഗുരു പറയുക അയ്യപ്പനും അല്ലെ. അപ്പൊ അങ്ങനെ കുഞ്ഞു 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 കുഞ്ഞ് നമ്മൾ ചിരിക്കുന്ന തരത്തില്, ആ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല സാരവത്തായ ഫലിതങ്ങൾ ഗുരു പറഞ്ഞിരുന്നു. അപ്പോ ഇതെല്ലാം ഗുരുവിന്റെ മുഖത്ത് നിന്ന് ആവോളം ആ കുട്ടി, ആ മകൻ, ആ കൃതകപുത്രൻ അനുഭവിച്ചിട്ടുണ്ട്. മധുരവും പാവനവുമായ മനോഹരമായ വാണികൾ ചൊരിഞ്ഞിരുന്ന നാവിന് മിണ്ടില്ലല്ലോ. ഗുരുവിന്റെ ആ യോഗ നയനങ്ങൾ എന്നേക്കുമായി അടഞ്ഞു. ഇനി ഗുരു ചൈതന്യമായി മാറി. ഇനി ഗുരു എന്നോട് സംസാരിക്കുന്നത് അല്ലെ. ഇതായിരുന്നു സങ്കടം. നമുക്ക് തന്നെ ആ അയ്യപ്പന്റെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അത്രയും അനുഭവിച്ചിരുന്നു അയ്യപ്പൻ. എന്നിട്ട് അതുപോലെ കുറുക്കഞ്ചേരിയിൽ വന്നിട്ട് ഇത് പറയാതെ പോകുന്നത് ഏറ്റവും കഷ്ടമാണ്. തൃശ്ശൂരിന്റെ മണ്ണിന്റെ അടുത്ത് വന്നിട്ട്, അതായത് 1928 ഗുരുവിന്റെ മഹാസമാധി 1928 അതിന് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 6 മാസമാണ് ഗുരുവിന്റെ രോഗകാലം. 6 മാസം കർമ്മനിരതമായ ആ ജീവിതം കർമ്മരഹിതമായി 6 മാസം മാത്രമേ രോഗകാലമായിരുന്നുള്ളൂ ഗുരുവിന്റെ. അപ്പോഴും ഗുരു ശരീരത്തിന് വേണ്ടി ഒന്നും രോഗം മാറാൻ വേണ്ടി സങ്കല്പിച്ചിട്ട് പോലുമില്ല. കാരണം പ്രാരബ്ധ കർമ്മങ്ങൾ ഒടുങ്ങിയാൽ നമ്മളെല്ലാവരും ഈ ശരീരം വിട്ടു പോകേണ്ടി വരും. ഗുരുവിന്റെ പ്രാരബ്ധം തീർന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു അവതാര ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങാറായി. അപ്പോൾ ഈ ആ ഒരു വർഷം നമുക്ക് തന്നത് കുറുക്കഞ്ചേരിയുടെ മണ്ണിൽ വെച്ചിട്ടാണ് ആ ശ്രീനാരായണ ധർമ്മസംഘത്തിന് തിരികൊടുത്തിട്ട് ആശ്രമം എന്ന കൃതി രചിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ ആശ്രമം? നമ്മുടെ മണ്ണിൽ വെച്ച് രചിച്ചതാ. അതിന്റെയൊക്കെ അറിയണ്ടേ നമ്മള്? അതെടുത്ത് നിന്ന് വായിക്കണം കേട്ടോ. അതായത് ആശ്രമത്തിന്റെ നിയമസംഹിത എഴുതി വെക്കാൻ അതിന്റെ നിയമവിദഗ്ധരോട് പറഞ്ഞു. ആരും എഴുതിയില്ല. ഗുരുവിനറിയാം 1928 പ്രധാന വർഷമാണെന്ന്. കാത്തു നിൽക്കാൻ സമയമില്ല. ഗുരു തന്നെ എഴുതി 5 ശ്ലോകം വായിച്ചു നോക്കിക്കോ. തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന്. ആശ്രമേസ്മിൻ ഗുരു കശ്ചിത് സവിദ്വാൻ മുനിരുദാരദീഹി സമദൃഷ്ടിഹി ശാന്തഗംഭീരാശയോ വിജിതേന്ദ്രിയഃ. ആശ്രമത്തിനൊരു ഗുരു ഉണ്ടാകണം. ആ ഗുരു എല്ലാവരെയും ഒരുപോലെ കാണുന്നവനായിരിക്കണം. ശാന്തവും ആഴത്തിലുള്ള ആശയമുള്ളവനായിരിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം. എല്ലാവരെയും ഒരുപോലെ കാണുന്നവനായിരിക്കണം. ഇങ്ങനെയൊക്കെ എഴുതി എഴുതി വന്നിട്ട് ഗുരു പറയാ, യദ്വദത്രൈവ തദ്വശ്ച സ്ത്രീണാം പുംസാം പൃഥക് പൃഥക് വിദ്യാലയാ ദിശി ദിശി ക്രിയന്താമാശ്രമാ സഭാഃ. അപ്പൊ ഇതിനെ പ്രാക്ടിക്കൽ ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. യദ്വത് അത്രൈവ, ഈ അദ്വൈതാശ്രമത്തിൽ എന്തൊക്കെ സ്ഥാപിച്ചു? അവിടെ ധർമ്മസംഘം,
അദ്വൈതാശ്രമം ഈ കുറുക്കഞ്ചേരിയിൽ എന്തൊക്കെയുണ്ട്? പോയിട്ടുണ്ടോ കുറുക്കഞ്ചേരിയില്? ക്ഷേത്ര തൊഴാൻ പോയിട്ടുണ്ടോ? ഞാൻ അതൊക്കെ നോക്കണം. ധർമ്മസംഘം, അദ്വൈതാശ്രമം, അനാഥശാല, വിദ്യാലയം, ക്ഷേത്രം, ആയുർവേദ സിദ്ധാശ്രമം, ആയുർവേദ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം, എല്ലാം കൂടെ ശ്രീനാരായണപുരം അല്ലെ, ഗുരുപാദുകപുരം എന്നുള്ള രീതിയിൽ എല്ലാം ഒരുമിച്ച് അവിടെ ഗുരുവിന്റെ സങ്കല്പം പ്രാക്ടിക്കലാക്കിയവരാണ് തൃശ്ശൂര്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഇവിടെ ഈ മണ്ണിനെ തൊട്ട് കാണിച്ചിട്ടാ പറഞ്ഞത്. നമ്മൾ പോലും നന്നായിട്ടില്ല, പിന്നെയല്ലേ ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഉള്ളതുപോലെ യദ്വത് അത്രൈവ, ഇവിടെ സ്ഥാപിച്ചതുപോലെ സഭകള്, അനാഥാലയം, തെരുവിൽ ഒരു മനുഷ്യൻ പോലും അന്നം കിട്ടാതെ പാർപ്പിടമില്ലാതെ അലയരുത്. അതുകൊണ്ട് ഇവിടെയുള്ളതുപോലെ ദിക്കുകൾ തോറും നമ്മള് ഈ ധർമ്മസംഘവും കെട്ടി ശിവഗിരിയിൽ അല്ലെങ്കിൽ എവിടെയോ ഇരിക്കാനല്ല ഗുരു പറഞ്ഞത്. ലോകത്തിലിറങ്ങി പ്രവർത്തിക്കണം, ലോകത്തിലിറങ്ങി പ്രവർത്തിക്കണം. അത്രൈവ തദ്വശ്ച, ഇവിടെയുള്ളതുപോലെ എല്ലായിടത്തും ആശ്രമങ്ങളും മഠങ്ങളും ധർമ്മസംഘങ്ങളും ഉണ്ടാക്കണം. സ്ത്രീകൾക്കും സ്ത്രീണാം പുംസാം പൃഥക് പൃഥക്, സ്ത്രീക്കും പുരുഷന്മാർക്കും വേറെ വേറെ. കലഹം ഉണ്ടാകാതിരിക്കാൻ സന്മാർഗത്തോടെ ജീവിക്കാനാണ് ഗുരു പറയണത്. നല്ല ഡിസിപ്ലിൻ ഉണ്ടാകാൻ ഗുരു പറയുക. അഭയ സങ്കേതങ്ങൾ ഒരുക്കണമെന്ന് 1928 ഗുരു പറഞ്ഞപ്പോൾ 1968 ഐക്യരാഷ്ട്രസഭ സ്ത്രീ സുരക്ഷാ ബില്ല് പാസ്സാക്കുന്നത്. അതിനകത്ത് സ്ത്രീകളെയും കുട്ടികളെയും അധിവസിപ്പിക്കുന്നതിനുള്ള നിയമം പാസ്സാക്കി 68. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? 1928 ഇത് നടപ്പാക്കിയ ഋഷീശ്വരനാണ് ഗുരു. പക്ഷേ ഇതിലേക്കൊന്നും നമ്മുടെ പൂർവികര് ഇതൊക്കെ അറിഞ്ഞ് അനുഭവിച്ചു പോയവരാ. കൊച്ചിൻ നാഷണൽ ബാങ്ക്, തൃശ്ശൂരിന്റെ മണ്ണില്, കുറുക്കഞ്ചേരിയുടെ മണ്ണില് കൊച്ചിൻ നാഷണൽ ബാങ്ക് രൂപീകരിച്ചു. അറിയാമോ? അത് അറിയാല്ലേ? തൃശ്ശൂരിലെ ആൾക്കാർ ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ എത്ര മുൻ ദീർഘദൃഷ്ടിയോടെ കണ്ടവരാണെന്നറിയോ നമ്മുടെ കാരണവന്മാര്, നമ്മുടെ പൂർവികരായ കാരണവന്മാര്. കാരണം എന്താന്ന് വെച്ചാൽ ലോൺ കിട്ടാൻ ഈ നിർധനരായ പെൺകുട്ടികള് അവരുടെ വിവാഹ ചെലവിന്, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളുടെ പുനരധിവാസം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അങ്ങനെ ഒക്കെ ലോൺ എടുക്കാനും ധനസഹായം നൽകുന്നതിന് വേണ്ടി കൊച്ചിൻ നാഷണൽ ബാങ്ക് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ബോധാനന്ദ സ്വാമി പ്രഭുതികള് നമ്മുടെ ഗുരുവാക്കാരന്മാരുടെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം വാങ്ങിച്ചതും കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഒക്കെ അവര് സ്വന്തം സ്ഥലം കൊടുത്തുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഞാനൊന്നും എന്റേതൊന്നും ഒന്നുമില്ല. ഗുരുവിന്റെ കാരണം, ഗുരുവിന് വേണ്ടി ചെയ്യുന്നത് അതിത്ര പുണ്യമില്ല. അത്രയും ഗുരുഭക്തരായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോ ഗുരുഭക്തി ഉണ്ടോ ചോദിച്ചാൽ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ തിരുസന്നിധിയിൽ ഈ പുണ്യ ദിവസത്തില് നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് ഗുരുവിനെ കുറിച്ച് പറയുകയും കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് നമുക്ക് ഗുരുഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇത് കുറുക്കഞ്ചേരി ഇരുന്നു കൊണ്ടാണ് ഈ കാര്യം ഗുരു പറഞ്ഞിട്ടുള്ളത്. ഗുരു കൊളുത്തി വെച്ച വിളക്കിനെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഈ വലിയ സേനയിലെ ഭടന്മാരായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് അറിയണം. ഒരു 5 മിനിറ്റ് കൂടി എടുത്തിട്ട് ഞാൻ നിർത്തിയേക്കാം. ഇവിടെ ഗുരു അതിനുശേഷം ഗുരു പറയുന്ന അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ പറയുന്നുണ്ട്, വിമലത്യാഗമേ മഹാസന്യാസമേ സമദബോധത്തിൻ പരമപാകമേ ഭുവന ശുശ്രൂഷയാഴുതാലും നിങ്ങൾക്കെഴുന്ന വിഗ്രഹം വിലയമാണ്ടുപോയി. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഉള്ളൂരിക്ക് കരഞ്ഞു പോകും. കാരണം അത്രയും കാരുണ്യമൂർത്തിയാണ് മഹാഗുരു. അപ്പൊ പറയാം, വിമലമായ ത്യാഗമാണ് അങ്ങയുടെ അല്ലെ. അന്യർക്ക് ഗുണം ചെയ്യുവതിനായുസ്സും അല്ലെ. അപ്പോ ആ ആത്മതപസ് ബലി ചെയ്യുന്നത് തന്നെ വിമലമായ ത്യാഗമല്ലേ ഗുരുവിന്റെ. എന്തിനും ഇത്തരം കഷ്ടപ്പാട് ഗുരു അനുഭവിച്ചത്?
ഗുരുവിന്റെ രോഗം, ശരീരത്തിന് വന്ന രോഗം എത്രയായിരുന്നു? മൂത്രതടസ്സം എന്നുള്ള രോഗം കൊണ്ട് ആ ശരീരം ഇനി അനുഭവിക്കാത്ത വേദനകളില്ല. അപ്പൊ നമുക്ക് തോന്നും, ഗുരു ദൈവമാണെങ്കിൽ എന്തിനാ വേദന അനുഭവിച്ചേ? തോന്നിയില്ലേ? തോന്നി. പക്ഷെ അങ്ങനെയാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മഹാപുരുഷന്മാരായ ഈ ലോകത്തേക്ക് വന്നവരൊക്കെ ഈ ശരീരം വല്ലാതെ വേദനപ്പെട്ട പോയേക്കെ. ക്രിസ്തുവിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് തെറ്റ് ചെയ്തിട്ടാണോ? ആണോ? ദേഹം മുഴുവൻ മുറിവേറ്റാണ്. ഇനി കൃഷ്ണനാണെങ്കിലോ വേടന്റെ അമ്പേറ്റാണ്, വേദന തിന്നിട്ടാണ്. അല്ലേ? അല്ലേ? ശ്രീരാമനാണ് സരയൂ നദിയിൽ മുങ്ങി മരിക്കുക ചെയ്തത്. ആ അപ്പൊ എന്ത് ഭഗവാൻ മാത്രം എന്താ ഇങ്ങനെ രോഗം വന്നേ? അപ്പൊ ഗുരു ദൈവമാണോ എന്ന് ചോദിക്കണ്ട. ഇവരാരും ദൈവമാണോ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. കാരണം ഈ ശരീരം ഉണ്ടല്ലോ, ആ ശരീരം നമ്മളെ എന്നും ദുഃഖിപ്പിച്ചുകൊണ്ടേ കടന്നു പോകുള്ളൂ. നമ്മൾ എന്തിനെയൊക്കെ ഈ ലോകത്ത് കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടോ അത് നമുക്ക് ദുഃഖം തന്നിട്ടിട്ട് പോകും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരം. അല്ലേ? ആണ്. നമ്മൾ കൂട്ടിവെച്ച സമ്പത്ത്, നമ്മുടെ മക്കള്, നമ്മുടെ സൗഭാഗ്യങ്ങൾ, ഇതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് ഈ ലോകം വിടാൻ പോണെ. അല്ലേ? നല്ലൊരു ഗതി എനിക്ക് വേണമെന്നും പറഞ്ഞ് ആരും ജീവിതം വിടാറില്ല. അപ്പോ ഗുരു പറയുന്നത്, മരണസമയത്ത് പോലും നമ്മുടെ ഉള്ളിലേക്ക് ഈ ഓംകാരത്തെ സ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ നിനക്ക് നല്ലൊരു പുനർജനി ഉണ്ടാകാതെ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഗുരുവിന്റെ ത്യാഗം നിർമ്മലമാണ്, ഗുരുവിന്റെ സന്യാസം മഹത്താണ്. അല്ലെ? സന്യാസികളിൽ ഇങ്ങനെയില്ലവയെന്നോ ുന്നവരും ശ്രീ ഗുരുമൂർത്തേ. ഇങ്ങനെ ഒരു സന്യാസി ഇല്ല. അല്ലെ? വെള്ള വസ്ത്ര ഗുരു ധരിച്ചിരുന്നത്. സന്യാസ ചിഹ്നങ്ങളൊന്നും വേണ്ട. പക്ഷെ ഉള്ളിൽ ആ വിവിധിഷ സന്യാസി ആയിരുന്നു കൊണ്ട് ആ എന്താ പറയാ, ത്രിഭുവന സീമ കടന്നു വിങ്ങി ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപത്തെ അനുഭവിച്ച മഹാഗുരു മഹാസന്യാസം തന്നെയാണ് ഗുരുവിന്റെ. അങ്ങനെ സമതാബോധത്തിൽ, തുല്യതാബോധത്തിന്റെ പൂർണ്ണത, ഒരു കുഞ്ഞു പുഴു പോലും ഗുരുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോ ഈ പുണ്യദിനം ഗുരുവിന്റെ സ്മരണ കൊണ്ട് ഏറ്റവും ഭക്തിസാന്ദ്രമായി അതിന് നമുക്ക് അവസരം ഒരുക്കി തന്ന യൂണിയന്റെ ഭാരവാഹികൾ, അതിന് അവരുടെ ആജ്ഞയെ അല്ലെങ്കിൽ അവരുടെ ആ കർത്തവ്യത്തെ പാലിച്ചുകൊണ്ട്, അത് പാലിക്കുന്നതിന് നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശാഖായോഗത്തിന്റെ പ്രതിനിധികളെ, മറ്റു പോഷക സംഘടനാ പ്രതിനിധികളെ, നമ്മുടെ വിശിഷ്ടരായ അതിഥികളെ, എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യൻ ഏറ്റവും ബഹുമാനപ്പെട്ട മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നേ ധർമ്മ ചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. ന്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്നു കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാലാനാളം. നിന്നു കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാല